ബാർക്കുമോ സകലത്തിൻ്റെയും ഉടയവനായ കർത്താവെ, നിന്റെ അനുഗ്രഹങ്ങളാൽ ഇന്നേ ദിവസം പാപം കൂടാതെ നീതിയിൽ കാത്തുകൊള്ളപ്പെടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവെ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ തിരുനാമം എന്നേക്കും പുകഴ്ത്തപ്പെട്ടതും സ്തുതിക്കപ്പെട്ടതുമാകുന്നു. കർത്താവെ, ഞങ്ങളുടെ ശരണം നിന്റെ മേലിരിക്കുന്ന പ്രകാരം നിന്റെ കൃപയും കരുണയും ഞങ്ങളുടെ മേലും ഉണ്ടായിരിക്കണമേ. നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ കൽപ്പനകളുടെ വഴി ഞങ്ങളെ പഠിപ്പിക്കണമേ. നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ കൃപ കൊണ്ട് നിന്റെ ന്യായപ്രമാണത്തിന്റെ വഴി ഞങ്ങളെ തിരിച്ചറിയിപ്പിക്കണമേ. നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധനായ കർത്താവെ, നിന്റെ സകല പ്രകാശങ്ങളാലും ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. എന്നേക്കും നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. കർത്താവെ, നിന്റെ കൈവേലയെ നീ നിരസിച്ച് തള്ളിക്കളയരുതേ. നിനക്ക് സ്തുതി യോഗ്യമാവുന്നു, നിനക്ക് സ്തുതി ചേർച്ചയാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവനെ, എന്നേക്കും എന്നേക്കും നിനക്ക് മഹത്വയുക്തമാവുന്നു. ആമീൻ. പാർക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായി ഞങ്ങളുടെ കർത്താവ് യേശു വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. അനുഗ്രഹിക്കപ്പെട്ടവരെ, കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് നമുക്ക് അല്പം തടസ്സമൊക്കെ നേരിട്ടു. അതുകൊണ്ട് അതിൽ ക്ലാസ് വേണ്ട വിധത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് സാധിച്ചില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ ഫിലക്സിനോസ് മാബൂഗിൻ്റെ ക്രീഡിനെ പറ്റിയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അത് കഴിഞ്ഞ് നമുക്ക് ആ ക്ലാസ്സിൽ തന്നെ 1-2 കാര്യങ്ങൾ ചോദിച്ച് ഞാൻ പിന്നെ പറയാൻ, ഹോമോസിയാസ്, ഹിപ്പോസ്റ്റാറ്റിസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ സംസാരിച്ചായിരുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അത് ഇന്ന് നമ്മൾ ക്ലാസ് തീരുന്നതിന് മുമ്പ് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ നമുക്ക് ചിന്തിക്കുന്നത് ഫിലക്സിനോസ് മാബൂഗിൻ്റെ നമ്മുടെ ആനുകാലികമായിട്ടുള്ള ഒത്തിരി ചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഫിലക്സിനോസ് സംസാരിക്കുന്നത്. പിതാവ് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം, നമ്മളിലുള്ള ആവാസത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പം അന്നത്തെ കാലഘട്ടത്തിലെ വലിയ ഒരു എക്സ്ട്രീം ചിന്താഗതി ആയിരുന്നു, പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഉപേക്ഷിച്ച് പോകും, വീണ്ടും നാം പശ്ചാത്തപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മിലേക്ക് ജോയിൻ ചെയ്യപ്പെടും എന്നുള്ളത്. അത് ഈ എക്സ്ട്രീം വിശ്വാസത്തിൽ വന്ന് നിന്നിട്ട് കുറേ ആളുകൾ പഠിപ്പിക്കുന്നതാണ്. അപ്പം അതിനെ എതിർത്തുകൊണ്ട് എഴുതുന്ന മെമ്മറാകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അല്പം ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഒരു പിതാക്കന്മാരുടെ ഒരു ദൈവവചനത്തിലുള്ള ആഴമേറിയ അഗാധമായ പാണ്ഡിത്യം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ശരിക്കും ബിബ്ലിക്കൽ തിയോളജി ശരിക്കും വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് നമ്മുടെ ആർട്ടിക്കുലേഷനിൽ എപ്രകാരം, നമ്മുടെ എഴുത്തുകളിൽ, പ്രസംഗങ്ങളിൽ എപ്രകാരം കൊണ്ടുവരുന്നു എന്നുള്ളത് അവരുടെ ബിബ്ലിക്കൽ സ്ക്രിപ്ചറൽ കോട്ടിങ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഫിലക്സിനോസ് വളരെ പ്രത്യേകമായിട്ട് സൂക്ഷ്മമായിട്ട് പറയുവാനായിട്ട് എല്ലാം വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിഫൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അത് ഏതെങ്കിലും പാരമ്പര്യത്തിൻ്റെയോ അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസത്തിന് മുൻപുള്ള പഴയ നിയമ കാലഘട്ടങ്ങളുടെ
ഏതെങ്കിലും പാരമ്പര്യങ്ങളുടെ ഒന്നും അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ട സ്ക്രിപ്ചർ വെച്ചിട്ട് എങ്ങനെ ഇതിനെ എതിർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഫിലിക്സിനോസ് പേഴ്സണലി തന്നെ വിശ്വസിക്കുന്നുണ്ട് ഈ ജഡം ധരിച്ച തൃത്വത്തിൽ രണ്ടാമനായ വചനം ജഡം ധരിച്ച മനുഷ്യാവതാരം ചെയ്ത് പരസ്യ ശുശ്രൂഷ നടത്തി ഈ ലോകത്തിൻ്റെ നിയമപ്രകാരം ക്രൂശിക്കപ്പെട്ട വീണ്ടും ഈ ലോകത്തിൻ്റെ നിയമത്തിന് ഉപരിയായിട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തെ എതിർക്കുന്ന എല്ലാ ശക്തികൾക്കും ദുരുപദേശങ്ങൾക്കും പഠിപ്പിക്കലുകൾക്കും എതിരായിട്ട് ദൈവവചനത്തിലൂടെ തന്നെ ഇതിനെ എതിർക്കുവാനായിട്ട് സാധിക്കുമെന്ന് വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ഇന്നും ആളുകൾ പലപ്പോഴും ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രൊട്ടസ്റ്റന്റ് കാഴ്ചപ്പാടിൽ നിന്ന് അല്ലെങ്കിൽ വെസ്റ്റേൺ കാഴ്ചപ്പാടിൽ നിന്ന് പറയുന്നവർ പലപ്പോഴും പാപം ചെയ്ത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തി കളയരുതെന്ന ഒരു കോട്ടിങ് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അത് നമുക്ക് പൊതുവെ തോന്നുമ്പോൾ വലിയ ദോഷമില്ലാത്തതാണെന്നൊക്കെ തോന്നുമെങ്കിൽ പോലും അത് ഫിലിക്സിനോസിൻ്റെ നമ്മുടെ വിശ്വാസപ്രകാരം അത് വളരെ വിപരീതമായിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ്. കാരണം പാപം ചെയ്യുമ്പോൾ നമ്മിൽ നിന്ന് വിട്ടുപോകുന്നവനല്ല പരിശുദ്ധ റൂഹ, റിപ്പൻ്റ് ചെയ്യുമ്പോൾ തിരിച്ചു വരുന്നവനുമല്ല പരിശുദ്ധ റൂഹ എന്നുള്ളതാണ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പം ഈ ഫിലിക്സിനോസ് മാബൂഗ് പറയുന്നത്. ഇപ്പം ഫിലിക്സിനോസ് മാബൂഗ് പറയുന്നത് നമ്മൾ പരിശുദ്ധ റൂഹായെ സ്വീകരിക്കുന്നത് വിശുദ്ധ മാമോദീസയിലൂടെയാണ്. നമുക്കെല്ലാം ബാപ്റ്റിസ്മൽ വാട്ടേഴ്സിൽ നിന്നാണ്. അത് വിശുദ്ധ തൈലവും വിശുദ്ധ ജലവും വാഴ്ത്തിയ വിശുദ്ധ ജലവും അതിലെ എല്ലാ മാലിന്യങ്ങളും അതിലെ എല്ലാ സാത്താൻ്റെ ശേഷിപ്പുകളെല്ലാം നീക്കി മായ്ച്ചു കളഞ്ഞതിന് ശേഷമാണ് ഈ വിശുദ്ധമായ വെള്ളം പരിശുദ്ധ റൂഹായെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിലെ മാലിന്യം അല്ലെങ്കിൽ സാത്താൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഓറിയൻ്റൽ സംസ്കാരത്തിൽ അവരുടെ ഒരു വിശ്വാസപ്രകാരം ആഴങ്ങളാണ് ഈ സാത്താൻ്റെ അല്ലെങ്കിൽ വെള്ളമാണ് സാത്താൻ്റെ ഒരു പ്രഭാവ കേന്ദ്രം ആയിട്ട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മാമോദീസയുടെ ലിറ്റർജി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണുവാനായിട്ട് മൂറോൻ എടുത്തുകൊണ്ട് പുരോഹിതൻ പറയുന്ന ദൈവം വെള്ളം നിന്നെ കണ്ടു ഭയപ്പെട്ടു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ എന്ന് പറയുകയാണ്. അപ്പം വെള്ളം ഈ സാത്താൻ്റെ ആഴങ്ങൾ, പ്രത്യേകിച്ച് ആഴങ്ങൾ ഇത് സാത്താൻ്റെ ഒരു വാസസ്ഥലമായിട്ട് മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പരസ്യ ശുശ്രൂഷ സമയത്ത് പന്നികളിലേക്ക് ആ അശുദ്ധാത്മാവ് ചെന്ന് കയറിയപ്പോൾ അശുദ്ധാത്മാവ് ഓടി കടലിലേക്ക് പോയി ചത്തുന്ന അതിൻ്റെ അകത്തെ രേഖപ്പെടുത്തിയിരിക്കും. അപ്പം ഈ വെള്ളത്തെ ശുദ്ധീകരിക്കുന്ന പ്രാർത്ഥനകളുടെ എല്ലാം ഒരു കോണ്ടെക്സ്റ്റ് ഈ ഒരു ഇതിൽ നിന്നുകൊണ്ടാണ്, ആ അടിസ്ഥാനത്തിൽ നിന്നാണ് പിതാക്കന്മാർ എഴുതുന്നത്. അപ്പോൾ പരിശുദ്ധ റൂഹായെ നമ്മൾ സ്വീകരിക്കുന്നത് വിശുദ്ധ മാമോദീസ ജലത്തിൽ നിന്നാകുന്നു. ഓഫ്കോഴ്സ് അതിൽ വിശുദ്ധ മൂറോനുണ്ട്, അത് അതിൽ അടങ്ങിയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നമ്മിൽ നിന്ന് ഈ പരിശുദ്ധ റൂഹ നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നാണ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. 1 കൊരിന്ത്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം അതിൽ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാകുന്നുവെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? 16-ാമത്തെ അധ്യായം പറയാം. അപ്പം ഇത് പറയുന്നത് ഈ കൊരിന്ത്യൻസിനോടാണ്. കൊരിന്ത്യൻസിൻ്റെ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ ഇടയിൽ പോലും അത്രമാത്രം ഭീകരമായ ദുഷിച്ച ഒരവസ്ഥ ഇല്ല. അത്രമാത്രം
അഴുക്കാർന്ന ഒരു ക്രിസ്തീയ ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത്. അപ്പൊ അവരുടെ ഇടയിലേക്ക് അപ്പസ്തോലൻ ചൂണ്ടിക്കാട്ടുകയാണ്. ഫിലിക്സിനോസ് കോട്ട് ചെയ്യുന്നത് കൊരിന്ത്യൻ ലേഖനമാണ്. അപ്പൊ നിങ്ങളുടെ ഇടയില് നിങ്ങൾ ദൈവത്തിന്റെ ആലയമാകുന്നുവെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പാപം ചെയ്യുമ്പോൾ നമ്മിൽ നിന്ന് വിട്ടുപോകുന്നു, പരിശുദ്ധാത്മാവ് വിട്ടുപോകുന്നു എന്നുള്ള പഠിപ്പിക്കലിനെ അടിസ്ഥാനപരമായിട്ട് ആദ്യമായിട്ട് എതിർക്കുകയാണ് ഈ വാക്യത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ ഫിലിക്സിനോസ് മാബൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മളും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദൈവാത്മാവ് നമ്മോട് ആരെങ്കിലും വന്ന് പറയും നിങ്ങൾ പാപം ചെയ്ത് പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു സംഗതി, പരിശുദ്ധാത്മാവ് നമ്മുടെ പാപം മൂലം നമ്മിൽ നിന്ന് വിട്ടു പോകുന്നില്ല. കാരണം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയമാകുന്നു. വീണ്ടും ഇതിന്റെ തന്നെ 1 കൊരിന്ത്യർ അതിന്റെ 6-ാം അധ്യായം 19-ാമത്തെയും 20-ാമത്തെയും വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ദൈവത്തിൽ നിന്നും പ്രാപിച്ചവനായി നിങ്ങളിൽ വാസം ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയമാകുന്നു. നിങ്ങളുടെ ശരീരം എന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, എന്തെന്നാൽ നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരത്രേ. ആകയാൽ ദൈവത്തിന്റെ സ്വന്തമായിരിക്കുന്ന നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളുടെ ആത്മാവ് കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം. അപ്പൊ വീണ്ടും അപ്പോസ്തലൻ സൂചിപ്പിക്കുന്ന ഒരു പഠന രീതി അല്ലെങ്കിൽ അതിൻ്റെ എതിർക്കുന്നത് ഈ വചനത്തിൽ നിന്ന് തന്നെയാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ നിലനിൽക്കുകയാണ്. ഇവിടെ ഇച്ചിരിയും കൂടി എക്സ്പ്ലെയിൻഡ് ആണ്. അത് ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്, ദൈവത്തിൽ നിന്നാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്. വീണ്ടും നമ്മുടെ ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും ദൈവത്തെ, അപ്പൊ നമ്മുടെ പരിശുദ്ധാത്മാവിനെ നാം സ്വീകരിക്കുന്നത് കേവലം ആത്മീയമായിട്ടല്ല, ആത്മാവിന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ കൂടിയാണെന്ന് ഫിലിക്സിനോസ് ഇത് കോട്ട് ചെയ്തിട്ട് പറയുകയാണ്. അതുകൊണ്ട് ചില സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോവുകയും അല്ലെങ്കിൽ ചില സമയത്ത് അത് തിരിച്ചു വരികയും നമ്മിൽ നിന്ന് പോവുകയും ചിലപ്പോൾ നമ്മുടെ അടുക്കൽ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമല്ല പരിശുദ്ധ റൂഹ. അത് നമ്മിൽ എല്ലായ്പ്പോഴും നിലനിൽക്കുന്നതാണ്. കാരണം നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുന്നത് ദൈവാത്മാവാണെന്നാണ് പൗലോസ് ഫിലിക്സിനോസ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്ന മാമോദീസ ചെയ്യപ്പെട്ട നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ദൈവാലയം. അതില് പരിശുദ്ധാത്മാവ് വസിക്കുന്നു. അത് നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ അതിനെ ഒരിക്കലും ഒരു പാപത്തിനും അതിനെ നശിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പം അതുപോലെ തന്നെയാണ്. അപ്പൊ പരിശുദ്ധ റൂഹായെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാത്തോടത്തോളം കാലം നമ്മുടെ പുത്രത്വം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നില്ല. പുത്രത്വം അതില് നിലനിൽക്കുന്നുണ്ട്. അതിന് ഉദാഹരണം എടുത്ത് പറയുന്നത് നമ്മുടെ മുടിയനായ പുത്രന്റെ ഉപമയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ മുടിയനായ പുത്രൻ വളരെ കൃത്യമായിട്ട് തൻ്റെ പിതാവിൽ നിന്ന് എല്ലാ അനുഭവങ്ങളും സ്വീകരിച്ച് എല്ലാ അവകാശങ്ങളും സ്വീകരിച്ചിട്ട് അവൻ അവിടുന്ന് പോകുന്നതാണ്. പക്ഷെ അവന്റെ പുത്രത്വം അവന് നഷ്ടപ്പെടുന്നില്ല. എന്ത് അവൻ അപ്പനോട് പിണങ്ങി എന്തൊക്കെ ചെയ്തു പോയി എന്ന് പറഞ്ഞാലും അവനിലുള്ള പുത്രത്വം അവനില് എന്നേക്കും നിലനിൽക്കുകയാണ്. അവൻ പാപത്തിന്റെ ബന്ധനങ്ങളിലും തടവറയിലും ഒക്കെ കിടന്നു. അവന്റെ പിതാവിനെ അവൻ ഉപേക്ഷിച്ച് കളഞ്ഞു എങ്കിൽ പോലും അവന്റെ പുത്രത്വം അവനില് ഉണ്ട്. അതുകൊണ്ട് പക്ഷെ അവനിലേക്ക് റിപ്പൻഡൻസ് വന്നു കഴിയുമ്പോൾ അവന് ആ ബോധ്യം ഉണ്ടാവുകയാണ്. അപ്പൊ ഈ പാപത്തിന്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ തന്നെയാണ്
അവന് ഈ പശ്ചാത്താപം വരുന്നത്. അപ്പം അതുകൊണ്ട് ഇവൻ പറയുന്നത്, ഫിലക്സിനോസ് നമ്മോട് പറയുന്നത്, ഇത്രമാത്രം പാപത്തിന്റെ അവസ്ഥയിലായിരുന്നു ഈ മുടിയനായ പുത്രൻ. എന്നിരുന്നാലും മുടിയനായ പുത്രൻ പറയുന്ന ഒരു വാക്ക് വളരെ പ്രധാനമാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രമാത്രം ദാസന്മാര് ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ പിതാവിനോട് അത്രമാത്രം കലഹിച്ചും അവനിൽ നിന്ന് അവന്റെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങി അവൻ ദുരുപയോഗം ചെയ്തു, പാപികളുടെ കൂട്ടത്തിൽ താമസിച്ചു. ഒരു മനുഷ്യൻ അധപതിക്കുന്ന എല്ലാ അവസ്ഥയിലേക്ക് പോയെങ്കിൽ പോലും മുടിയനായ പുത്രന്റെ ഒരു വല്ലാത്ത ബോധ്യം എന്ന് പറയുന്നത്, സുബോധം വന്നപ്പോൾ അവൻ, ഇപ്പോൾ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ തങ്ങൾക്ക് ആവശ്യത്തിലും അധികം ഭക്ഷണമുള്ള എത്രയോ കൂലിക്കാരുണ്ടെന്ന്. അപ്പോൾ സുബോധം വന്നപ്പോൾ എന്ന വേർഡ് അവിടെ കൃത്യമായിട്ട് ആണ് പറയുന്നത്. ആ വന്നു കഴിഞ്ഞപ്പോൾ അവൻ പറയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ പാപം ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് പോയിട്ടില്ല എന്ന് അപ്പോൾ ഫിലിക്സീനോസ് പ്രത്യേകമായിട്ട് പറയണം. അത്രയും അഗാധ കുഴിയിലായിരുന്നെങ്കിൽ പോലും ആ മുടിയനായ പുത്രന് ആ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് പോലും വിളിച്ചത് ഈ പിതാവിനെ, അവന്റെ അപ്പനെ പിതാവെന്ന് തന്നെയാണ് വിളിച്ചത്. അപ്പൊ ആ പുത്രത്വം എന്ന് പറഞ്ഞാൽ ഒരു പാപം ചെയ്യുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നല്ല. അത് എന്നേക്കുമായിട്ടാണ് നമ്മൾ മാമോദീസ സ്വീകരിക്കുന്നത്. അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ എത്ര പാപത്തിന്റെ അഗാധത്തിലേക്ക് പോയാലും അത് നമ്മിൽ നിലനിൽക്കുകയാണ്. പരിശുദ്ധ റൂഹ നമ്മിൽ എന്നാളും നിലനിൽക്കും എന്നുള്ള ഒരു കാര്യമാണ് അത് പറയുന്നത്. അത് തെളിവാക്കാനായിട്ട് രണ്ടാമത് അവൻ ഫിലക്സിനോസ് കൊണ്ടുവരുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ മുടിയനായ പുത്രന്റെ ഉപമയാണ്. അത് അവൻ എല്ലാ പാപത്തിലൂടെയും പിതാവിനെ കോപിപ്പിച്ചെങ്കിലും അവന്റെ ആ നാച്ചുറൽ സൺഷിപ്പ് അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയില്ല. അപ്പൊ മറ്റൊരു മാമോദീസയുടെ പവറിനെ പറ്റി ഫിലക്സിനോസ് പറയുകയാണ്. അപ്പൊ ഈ പാപത്തിന്റെ ആഘാതപ്പെട്ട അവസ്ഥയിലായിരുന്നു ഈ മുടിയനായ പുത്രനെങ്കിൽ പോലും അവന് ഒരു സൺഷിപ്പ് പാപത്തിന്റെ അഗാധ കുഴിയിലായിരുന്നു എങ്കിൽ പോലും അവന്റെ സൺഷിപ്പിനെ അവന് നഷ്ടപ്പെടുത്തി കളയാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ പാപം ചെയ്താൽ പോലും മാമോദീസ ഏറ്റ വ്യക്തിയുടെ സൺഷിപ്പിനെ, നാച്ചുറൽ സൺഷിപ്പിനെ യാതൊരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. അതിന് കാരണം നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. മാമോദീസയുടെ നമ്മുടെ നാച്ചുറൽ സൺഷിപ്പിലേക്ക് വന്നു കിടക്കുകയാണ്. പക്ഷേ മാമോദീസ ഏൽക്കാത്തവരെ പറ്റി ഫിലക്സിനോസ് അല്പം എതിർപ്പുള്ള ശബ്ദമാണ് പുറപ്പെടുവിക്കുന്നത്. അതിനുള്ള കാരണം, ഈ വീണ്ടും ജനിക്കാത്തവര്, മാമോദീസയിലൂടെ വീണ്ടും ജനിക്കാത്തവര് ദൈവത്തിന്റെ പുത്രന്മാരാണ് ഞങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തെ ഞങ്ങളുടെ പിതാവെ വിളിക്കാനായിട്ട് യാതൊരു കാരണവശാലും അവകാശം ഉള്ളവരല്ല എന്ന് പറയുകയാണ്. അപ്പൊ അതിനുള്ള കാരണം ഏർലി ചർച്ചിലെ ട്രഡീഷനിൽ പ്രത്യേകമായിട്ട് ഉണ്ടായിരുന്നു. മാമോദീസയ്ക്ക് ശേഷം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അതിനു മുൻപ് ഈ മാമോദീസ ഏൽക്കുന്നയാള് കർത്തൃപ്രാർത്ഥന ഏറ്റുചൊല്ലണം. അപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നാ തുടങ്ങുന്നത്. അപ്പൊ മാമോദീസ ഏൽക്കാത്തവര് ഈ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുവാനായിട്ട് അവകാശമുള്ളവരല്ല. അതിനുള്ള കാരണം അവരിലേക്ക് ആ സൺഷിപ്പ് കടന്നു വരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും മാമോദീസ സ്വീകരിച്ചതിന് ശേഷം മാത്രമാണ് ഈ അവർ ഫാദർ അല്ലെങ്കിൽ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ അവകാശം ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇത് ഈ നമ്മളിപ്പോഴും മിസ്റ്ററീസ് ഇപ്പോഴും നമ്മൾ അത് വേറൊരു വിധത്തിൽ നമ്മൾ ഈ കർത്തൃപ്രാർത്ഥന ചൊല്ലിയിട്ട് തന്നെയാണ്
നമ്മൾ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് നമ്മുടെ ഇടയിൽ ഇല്ല എന്നേ ഉള്ളൂ. പക്ഷെ പുറത്ത് ഈ സുറിയാനി ഈ സമൂഹ വിശ്വാസികളുടെ ഇടയിൽ എല്ലായ്പ്പോഴും ഹൂസോയ പ്രാർത്ഥനയ്ക്ക് മുൻപ് കർത്തൃ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഒരുമിച്ച് ചൊല്ലിയതിന് ശേഷം മാത്രമാണ് അവർ ഹൂസോയ പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും സ്വീകരിക്കുക. അത് ആ പഴയ ട്രഡീഷൻ ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. അപ്പൊ മാമോദീസ ഏറ്റവർ മാത്രമേ ഈ സൺഷിപ്പിലേക്ക് വരികയുള്ളൂ, ഞങ്ങളുടെ പിതാവ് എന്ന് വിളിക്കാനായിട്ട് അവകാശം ഉള്ളൂ എന്ന് ഫിലിക്സിനോസ് പറയുന്നു. പിന്നെ നമ്മളിപ്പോൾ അങ്ങനെ ചെയ്താൽ അതിനൊരു വേറൊരു എതിർപ്പ് കൂടി പറയുന്നുണ്ട്. വെറുതെ ഇപ്പം നമ്മുടെ അയൽവക്കത്തെ വീട്ടിലെ ഒരാളെ നമ്മൾ പിതാവേ എന്ന് വിളിക്കുമ്പോൾ അത് ഒരു തമാശയായിട്ടോ അല്ലെങ്കിൽ അല്പം ഒരു സ്വാഭാവികത ഇല്ലാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് വരുന്നത്. അത് ഒന്ന്, നമ്മുടെ സ്വന്തം പിതാവിനെ നമ്മൾ ആക്ഷേപിക്കുന്ന അവസ്ഥയിലേക്ക് വരും. രണ്ടാമത്, നമ്മൾ ഒരു നാച്ചുറൽ ലോയുടെ വയലേഷൻ കൊണ്ടുവരുന്നു. അപ്പം അതുപോലെ തന്നെയാണ് മാമോദീസ ഏൽക്കാത്ത ഒരാള് പിതാവേ എന്ന് വിളിക്കുമ്പോൾ അത് ദൈവത്തിന് എതിരെ ഉള്ള ഒരു മത്സരമായിട്ടാണ് ഫിലിക്സിനോസ് കണക്കുകൂട്ടുന്നത്. അതൊരു വലിയ കുറ്റവും ആയിട്ട് കൂട്ടുകയാണ്. ഇതേ ഒരു അവസ്ഥയാണ് ഈ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തില് ബാബേലിൽ വെച്ച് അവർ ഗോപുരം പണിത് ദൈവത്തിന് സമന്മാരായി തീരുവാനായിട്ട് ശ്രമിച്ചത്. അപ്പൊ ഈ മാമോദീസ ഏൽക്കാതെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന്, പിതാവാൻ ദൈവത്തെ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ബാബേലിലെ സ്വയം ദൈവമാക്കി തീർത്ത ജനത്തിന് തുല്യരായി തീരും എന്ന് പറയുകയാണ്. അതിനുള്ള കാരണം, നമ്മൾ ഈ മാമോദീസായിലൂടെ പിതാവിന് പുത്രന്മാരും മശിഹായ്ക്ക് സഹോദരങ്ങളുമായിട്ടാണ് തീരുന്നത്. തിരുസുതരായി വരുവാൻ അവരുള്ളപ്പോൾ നമ്മെ പഠിപ്പിച്ച അവരെ നാം കുർബാനകളിലും പ്രാർത്ഥനകളിലും ഓർക്കണം അവരെ. അപ്പൊ പിതാവിൻ്റെ പുത്രന്മാരായി തീരാനാണ് നമ്മളെ തീർക്കുന്നത്. അപ്പൊ പിതാവിൻ്റെ അംശം, ആ ഡിവിനിറ്റി, ദൈവീകത നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അപ്പൊ ദൈവീകതയ്ക്കാണ് നമ്മൾ ഭാഗമായി തീരുന്നത്. അപ്പം ഇത് മാമോദീസയുടെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. മാമോദീസ ഇല്ലാതെ അങ്ങനെ ഞങ്ങൾ കർത്തൃപ്രാർത്ഥന ചൊല്ലി സ്വീകരിക്കാൻ പോയാൽ അവർ പിടിച്ചെടുക്കാനും ദൈവത്തിനെതിരെ മത്സരം നടത്താനുമാണ് ശ്രമിക്കുന്നതെന്ന് ഫിലിക്സിനോസ് പറയുകയാണ്. അങ്ങനെയുള്ളവർ സ്വയം ദൈവമാക്കി തീർക്കാൻ ശ്രമിക്കുകയും ദൈവത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സമൂഹങ്ങളായി തീരുന്നുവെന്ന് പറയുന്നുണ്ട്. ബാബേലില് അവർ ഗോപുരം പണിതപ്പോൾ അവർക്ക് സംഭവിച്ചത് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവര് ഭാഷ കലക്കി ചിതറിച്ച് കളഞ്ഞു അവരെ. വീണ്ടും ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം ഫിലിക്സിനോസ് എടുക്കുന്നുണ്ട്. ദൈവത്തിന് പകരമായിട്ട് ഉപരിയായിട്ട് നെബൂഖദ്നേസറിന് അവന്റെ ബഹുമാനവും ഭക്തിയും ആരാധനയും സ്വീകരിക്കാൻ ശ്രമിച്ചപ്പോൾ ഏറ്റവും അവസാനം ദൈവം അവനുണ്ടായിരുന്നവരുടെ മുമ്പില് സൃഷ്ടിയാണ്, വെറും മനുഷ്യനാണ് എന്ന് അറിയുകയും അവിടെ ഉണ്ടായിരുന്ന ആ സമൂഹങ്ങളെല്ലാം യഹോവയായ ദൈവത്തിൽ പോവുകയും ഉള്ള ബഹുമാനം കൂടി നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്തു എന്ന് ദാനിയേലിന്റെ പുസ്തകം പറയുന്നുണ്ട്. അപ്പം നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പോകുന്നില്ല. അതിനുള്ള കാരണം നമ്മളുടെ കയ്യിൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ആലയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കും. പിന്നെ മാമോദീസയിലൂടെ നമ്മൾ സൺഷിപ്പ് ലഭിക്കുന്നു. ആ നാച്ചുറൽ സൺഷിപ്പ് പാപം ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലുള്ള മുടിയനായ പുത്രന്റെ ഉപമ നമ്മൾ കണ്ടു.
വീണ്ടും ഈ മാമോദീസയുടെ പവറിനെ പറ്റി പറയുകയാണ്. മാമോദീസയിലൂടെയാണ് സൺഷിപ്പ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇത് മാമോദീസ ഏൽക്കാതെ ഒരിക്കലും നമുക്ക് പിതാവെന്ന് വിളിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത്, ദൈവത്തെ അപഹസിക്കുകയാണ് ചെയ്യുന്നത്, അവനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇതുവരെയുള്ള സംസാരിക്കാറുണ്ട്. ഈ പഴയ നമ്മുടെ 51-ാം മസ്മൂറ എല്ലാ കൂതാശകൾക്കും മുമ്പ് ചൊല്ലണതാണല്ലോ. അതില് പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഇത് പഴയ നിയമകാലത്ത് ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് ആണോ അത്? അല്ലല്ല, അതിന് നമ്മൾ ഒരു ഫിലിക്സിനോസിന്റെ പുറകെ പറയുന്നുണ്ട്, ഒരു പാപം നമ്മിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ നശിപ്പിച്ചു കളയുന്നുണ്ട്. അത് നമ്മൾ ഇത് പറയുന്നുണ്ട്. ഏത് പാപം? അത് പറയുന്ന അടുത്ത ഇതിലെ പോയിന്റിൽ അത് വരുന്നത്. പിന്നെ റംബാച്ച ഒരു ഡൗട്ടും കൂടി ഉണ്ട്. അതായത് ഈ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയതാണ് ഈ ലേഖനം എന്ന് പറഞ്ഞല്ലോ, കൊരിന്ത്യരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് നമുക്ക് നമ്മുടെ സാധാരണക്കാർ അതിൽ നിന്ന് ഒന്നും എടുക്കാനില്ലേ? ഇപ്പൊ സ്ത്രീകൾ തല മൂടണം എന്നൊക്കെ പറയുന്നത് ഈ കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞതിൽ നിന്നല്ലേ നമ്മുടെ ഇതിലേക്ക് വന്നേക്കണം, അല്ലാതെ വേറെ എവിടെയെങ്കിലും അത് പറയുന്നുണ്ടോ? സ്ത്രീകൾ പ്രാർത്ഥിക്കുമ്പോൾ തല മൂടണം എന്നുള്ള കാര്യം? അല്ല, അത് വേറെ ഒരു വിഷയമാട്ടോ ഇപ്പൊ പറഞ്ഞു പോകുന്നത്, നമ്മുടെ ഇതിലല്ല. പക്ഷെ കൊരിന്ത്യ ലേഖനം നമുക്കും ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ടാലോ സഭ അത് തിരുവെഴുത്തുകളായിട്ടും ഇൻസ്പയർഡ് ആയിട്ടും സൂക്ഷിച്ചെടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഫിലിക്സിനോസ് പറയുന്ന കൊരിന്ത്യ ലേഖനം കൂട്ടിയതുകൊണ്ട് തന്നെയാ. കൊരിന്ത്യയിലെ ഇത് ദൈവത്തിന്റെ ആലയമാണ്, അതുകൊണ്ട് ദൈവത്തിന്റെ ആലയത്തിൽ പരിശുദ്ധാത്മാവ് എപ്പോഴും വസിക്കുന്ന പറയുന്നത്. പിന്നെ 51-ാം മസ്മൂറയില് എടുക്കരുത് എന്ന് പറയുന്നത് അത് പശ്ചാത്താപ പ്രാർത്ഥനയാണ്. ഇവന്റെ ദാവീദിന്റെ അത് പിന്നെ നോക്കിട്ട് പിന്നെ പറഞ്ഞാലും മതി. അല്ല, എന്നതാ അല്ല, ഏത് പാപാണെന്നൊക്കെ അതിപ്പോ ഉണ്ട് പറയണ്ടേ. ഇപ്പൊ നമ്മള് അടുത്തതാ സംസാരിക്കുന്നത്. അടുത്തത് ഈ പുരോഹിതരെ പറ്റിയാണ്, പുരോഹിതരുടെ പാപത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ അടുത്ത ഒരു പോയിന്റിലേക്ക് ഈ ഫിലിക്സിനോസ് ശ്രമിക്കുന്നത്. ഈ ഫിലിക്സിനോസ് ഒരു കാര്യം നമ്മൾ പറയണം, പല ആംഗിളിൽ നിന്നിട്ടാണ് ഫിലിക്സിനോസ് പറയുന്നത്. ഇപ്പൊ ആദ്യം ഒരു കൊരിന്ത്യ ലേഖനം എടുത്തിട്ട് ആ ഒരു പോയിന്റ് നിന്ന് ഈ പാപം ചെയ്ത നമ്മിൽ നിന്ന് ഹോളി സ്പിരിറ്റ് നഷ്ടപ്പെടുന്നു ഉള്ളതിനെ എതിർക്കുവാണ്. വീണ്ടും ലൂക്കോസിന്റെ സുവിശേഷത്തിലെ മുടിയനായ പുത്രന്റെ ഉപമയെടുത്ത് എതിർത്തു. പിന്നെ മാമോദീസ ഏൽക്കുമ്പോഴാണ് നമുക്ക് ഈ സൺഷിപ്പ് ലഭിക്കുന്നത്. അങ്ങനെ ലഭിക്കാത്തവർക്ക്, മാമോദീസ സ്വീകരിക്കാത്തവർക്ക് പിതാവെന്ന് ദൈവത്തെ വിളിക്കാൻ അവകാശം ഇല്ല എന്നിട്ട് പറയുന്നു. പിന്നെ വീണ്ടും പറയുന്നത്, പുരോഹിതരെ ഈ പ്രകാരം പാപം ചെയ്തു കഴിഞ്ഞാൽ ഇവര് പറയുന്ന തിയറി അനുസരിച്ച്, അതായത് പാപം ചെയ്താൽ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടും എന്നുള്ള തിയറി അനുസരിച്ചാണെങ്കിൽ പുരോഹിതരും പാപികളാണ്, ബലഹീനരും പാപികളും എന്ന് പുരോഹിതർ പറയുന്നുണ്ട്. അപ്പൊ ഈ പാപം ചെയ്തവർക്ക് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പാപം പരിഹരിലേക്ക് ഫിലിക്സിനോസ് വരികയാണ്. അപ്പം അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നോർമലി ഈ കർത്തൃപ്രാർത്ഥന ആരംഭിച്ചു കൊടുക്കുന്നത് പുരോഹിതരാണ്. അപ്പൊ ഈ പുരോഹിതന്മാര് പാപികളാണെങ്കിൽ അംഗപ്രകാരം പാപം ചെയ്യുമ്പോൾ അവരുടെ ആത്മാവിൽ നിന്ന് പരിശുദ്ധ റൂഹ നഷ്ടപ്പെടുമെങ്കിൽ എങ്ങനെയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ആദ്യമായിട്ട് ജനത്തിന് ഇത് ഏറ്റുചൊല്ലുവാനായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്? അത് ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പുരോഹിതന്മാരിൽ നിന്നും
നഷ്ടപ്പെടുന്നില്ല. അവര് പാപം ചെയ്താൽ പോലും അവരുടെ ഉള്ളിലും ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും മാമോദീസയേറ്റത് മൂലം പരിവർത്തിക്കുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അതിന് എബ്രായ ലേഖനം ആണ് കൊണ്ടുവരുന്നത്. എബ്രായ ലേഖനത്തില് ആരാണ് യഥാർത്ഥ പുരോഹിതൻ എന്ന് പറയുന്നുണ്ട്. 7-ാം അധ്യായം അതിൻ്റെ 26-27 വാക്യങ്ങൾ. നിർമ്മലനും തിന്മയില്ലാത്തവനും കറയില്ലാത്തവനും പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞവനും സ്വർഗത്തിനു മേൽ ഉയർന്നവനുമായി ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനല്ലോ നമുക്ക് ആവശ്യം. മഹാപുരോഹിതനെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും പിന്നെ ജനങ്ങൾക്ക് വേണ്ടിയും നിത്യവും ബലി കഴിക്കേണ്ട ആവശ്യം തനിക്കില്ല. എന്തെന്നാൽ തന്നെ ബലിയായി അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായി അത് ചെയ്തിരിക്കുന്നു. അപ്പം ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആ പുരോഹിതന്മാർ ആദ്യത്തെ ബലി അർപ്പിക്കുന്നത് അവരുടെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയാണ്. അത് പുതിയ നിയമസഭയിലും അവരുടെ നമ്മുടെ വിശുദ്ധ കുർബാനയിലുള്ള പ്രൊമിയോൻ കഴിഞ്ഞിട്ടുള്ള ഹൂസോയോ പ്രാർത്ഥന, അത് ഈ പഴയ നിയമത്തിലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിക്കുന്ന ആ സാക്രിഫൈസിന്റെ റീപ്ലേസ്മെന്റ് ആണ് പുതിയ നിയമസഭയിൽ പറയുന്നത്. അപ്പം പാപപരിഹാരം നൽകുന്നവനും അല്ലത്രോദ്ബസ്മേ എന്നുള്ള ആ പ്രാർത്ഥന ഉണ്ടല്ലോ, പ്രൊമിയോ കഴിഞ്ഞിട്ടുള്ള ഹൂസോയോ, അത് തനിക്ക് വേണ്ടി ആദ്യം അർപ്പിക്കുകയും അതിനുശേഷം ജനങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിക്കുന്ന ആ പാപപരിഹാര ബലിയാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ കൊണ്ടുവരുന്നത്. അപ്പം അതിൻ്റെ ഒരു റിപ്ലേസ്മെന്റ് ആണ് ഇവിടെ വരുന്നത്. ആദ്യം പുരോഹിതൻ സ്വന്തം പാപത്തെ വിശുദ്ധ തിരുശരീരത്തിന് മുമ്പിൽ, വിശുദ്ധ ത്രോണോസിന്റെ മുൻപിൽ, ദൈവസിംഹാസനത്തിന്റെ മുൻപിൽ പശ്ചാത്താപത്തോടെ ഏറ്റുപറയുന്ന പ്രാർത്ഥനയാണത്. ഈ റോമാലേഖനം അതിൻ്റെ 12-ാമത്തെ അധ്യായം നമ്മൾ ഒന്ന് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. റോമാലേഖനം 12-ാം അധ്യായം 1-ാമത്തെ: ആകയാൽ സഹോദരന്മാരെ, ദൈവത്തിന്റെ കരുണയാൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ബുദ്ധിപൂർവമായ ശുശ്രൂഷ വഴിയായി ജീവനുള്ളതും പരിശുദ്ധവുമായ ദൈവത്താൽ സ്വീകാര്യപ്പെട്ട് സമർപ്പിക്കണം. അപ്പൊ ഇവിടെ പറയുന്നത് ഒരു റാഷണൽ സാക്രിഫൈസിനെ പറ്റിയാണ്. അപ്പൊ ഈ റാഷണൽ സാക്രിഫൈസ് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വയം ബോധ്യത്തിൽ നിന്നാണ് അത് നടത്തുന്നത്. പൗലോസ് അപ്പോസ്തലൻ ബുദ്ധിപൂർവമായ ബലി എന്നാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. ആ ബുദ്ധിപൂർവമായ ബലിയാണ് നമ്മുടെ പുതിയ നിയമസഭയിലെ ഹൂസോയോ പ്രാർത്ഥന. നമ്മൾ സ്വയം ചിന്തിച്ചിട്ടാണ് നമ്മുടെ പാപങ്ങൾ പറയുന്നത്. ആദ്യം തനിക്ക് സ്വയം വേണ്ടിയും പിന്നീട് ജനത്തിനു വേണ്ടിയും പറയുകയാണ്. അപ്പൊ ഇവിടെ ഈ കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിലെ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന് ശേഷം പറയുന്ന പ്രാർത്ഥനകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ സ്ഥാപിക്കുന്നത് 26-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട്, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരമാകുന്നു. പിന്നീട് താൻ പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തു, നിങ്ങൾ വാങ്ങി എല്ലാവരിൽ നിന്ന് ഇത് കുടിപ്പിൻ, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചീന്തപ്പെടുന്ന പുതിയ നിയമം ആകുന്നു ഇത് എന്ന് പറയുകയാണ്. അപ്പൊ വിശുദ്ധ കുർബാനയിലൂടെയാണ് നമുക്ക് പാപപരിഹാരം ലഭിക്കുന്നതെന്ന ഒരു പോയിന്റ് ഫീലക്സീനോസ് അവിടെ കൊണ്ടുവരികയാണ്. ഈ വിശുദ്ധ കുർബാനയുടെ ഹീലിംഗ് എഫക്റ്റിനെ പറ്റി പറയുകയാണ്. അതിലൂടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. അത് ജനത്തിൻ്റെ ആണെങ്കിലും പുരോഹിതരുടെ ആണെങ്കിലും. അതൊക്കെ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് കേവലം പുരോഹിതന് വേണ്ടി അല്ല, മറിച്ച് ഈ സകല ജനത്തിനും വേണ്ടിയാണ്. ജനം തെരഞ്ഞെടുത്ത വ്യക്തിയാണ് പുരോഹിതൻ. ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ജനത്തിനു വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് ഈ പുരോഹിതനും പാപം ചെയ്യുന്നവനാണ്. അവൻ പാപം ചെയ്താൽ അവൻ്റെ പക്ഷത്തിൽ നിന്നും അവൻ്റെ ഉള്ളിൽ നിന്നും ഈ പരിശുദ്ധ റൂഹായെ
നഷ്ടപ്പെടുകയില്ല എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. അങ്ങനെയാണ് എങ്കിൽ നഷ്ടപ്പെട്ടാൽ ഇവർക്ക് കുർബാന അനുഭവിക്കുവാനോ കുർബാന കൊടുക്കുവാനോ ഇതിന് മറ്റുള്ളവർക്ക് കർത്തൃപ്രാർത്ഥന ചൊല്ലി കൊടുക്കുവാനായിട്ടോ സാധിക്കുകയില്ല എന്നുള്ള ഒരു പോയിന്റാണ് ഫിലിക്സിനോസ് അവിടെ കൊണ്ടുവരുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 1:5 എടുത്തിട്ട് ഫിലിക്സിനോസ് പറയേണ്ടത് നമ്മളിൽ പരിശുദ്ധ റൂഹ ഉണ്ട്. നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിരുന്നത് മാമോദീസായുടെ വെള്ളത്താലും ആത്മാവാലും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വീകരിച്ച മാമോദീസായിൽ നമ്മുടെ പരിശുദ്ധ റൂഹ നമ്മുടെ ഇടയിലുണ്ട്. അതുപോലെ വിരിച്ചൊരുക്കപ്പെട്ട ആളികമൂളിലെ ഇവന്റിലും അവര് സ്വീകരിച്ചത് ബാപ്റ്റിസം ഓഫ് സ്പിരിറ്റ് ആയിരുന്നു, ആത്മാവിലുള്ള മാമോദീസ ആയിരുന്നു സ്വീകരിച്ചത്. അത് അഗ്നിനാവിന്റെ രൂപത്തിൽ വന്നു എന്ന് നമുക്കറിയാം. അതിനു മുമ്പ് അവര് വെള്ളം കൊണ്ട് ആത്മാവ് സ്വീകരിച്ചിട്ട് പരിശുദ്ധ മാമോദീസ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായിൽ മാമോദോനോയിൽ നിന്നായിരുന്നു. മാമോദീസ മുഖപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നത് മാമോദീസ ഏറ്റത് വെള്ളത്താലും വിശുദ്ധ തൈലത്താലുമാണ്. അപ്പൊ വിശുദ്ധ തൈലം ഇവിടെ ഈ അഗ്നിനാവിന്റെ സ്ഥാനത്ത് ഇവിടെ വിശുദ്ധ തൈലം വിശുദ്ധ മൂറോനാണ് നിൽക്കുന്നത്. അത് നമ്മിൽ എല്ലാ കാലത്തും ഈവൻ നമ്മുടെ മരണശേഷവും ഈ നമ്മുടെ ആത്മാവില് ഈ പരിശുദ്ധ മാമോദീസ നിലനിൽക്കുകയാണ്. അപ്പൊ മാമോദീസ എന്ന് പറഞ്ഞാൽ കേവലം ഈ ലോക ജീവിതത്തിന്റെ ഒരു അവസ്ഥയ്ക്ക് മാത്രമല്ല, മറിച്ച് നമ്മുടെ മരണശേഷവും നിലനിൽക്കുന്ന അവസ്ഥയാണ് നമ്മളുടെ മാമോദീസ. അപ്രകാരം തന്നെ പരിശുദ്ധ റൂഹായും. അപ്പൊ നമ്മുടെ ഒരു പാപം ഒരിക്കലും നമ്മിലുള്ള വിശുദ്ധ മാമോദീസായെ നഷ്ടപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. പക്ഷെ ഒരു പാപം, ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ, ഒരു പാപം ദൈവത്തെ ഉപേക്ഷിക്കുന്നത് നമ്മിലുള്ള പരിശുദ്ധാത്മാവിന് നമ്മൾ നഷ്ടപ്പെടുത്തി കളയും. ദൈവത്തെ എപ്പോ നമ്മൾ ഉപേക്ഷിക്കുന്നുവോ, ദൈവമില്ല എന്ന് പറയുന്നതോ, ദൈവവിശ്വാസം നഷ്ടപ്പെടുത്തി കളയുന്നോ, ആ സമയത്ത് നമ്മൾ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തും എന്നാണ് പറയുന്നത്. അല്ലാത്ത ഒരൊറ്റ കാര്യത്തിൽ പോലും നമ്മിൽ നിന്ന് പരിശുദ്ധ റൂഹായെ ദൈവം പരിശുദ്ധ റൂഹ നമ്മിൽ നിന്ന് നീങ്ങി പോവുകയില്ല എന്ന് പറയുന്നു. അതിന് കൊരിന്തിയ ലേഖനം 2 കൊരിന്തിയ ലേഖനമാണ് ഫിലക്സീനോസ് എടുത്ത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 2 കൊരിന്തിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 14-ാമത്തെ വാക്യം. അതിലല്പം ലോജിക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2 കൊരിന്ത്യർ 6:14 അതിൽ പറയുന്നത്, നിങ്ങൾ അവിശ്വാസികളോട് കൂട്ടുചേരരുത്. എന്തെന്നാൽ നീതിക്ക് അനീതിയുമായി എന്ത് ബന്ധം? അഥവാ പ്രകാശത്തിന് ഇരുളുമായി എന്ത് ചേർച്ച? മശിഹായ്ക്കും സാത്താനുമായി എന്ത് യോഗ്യതയുണ്ട്? വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാത്തവരുമായി എന്താണ് പങ്ക്? ദൈവത്തിന്റെ ആലയത്തിന് പിശാചുക്കളുടേതുമായി എന്ത് യോജിപ്പുണ്ട്? നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയങ്ങളാകുന്നു എന്ന് പറയുകയാണ്. അപ്പൊ ഈ ദൈവത്തിന്റെ ആലയമാണ് നമ്മുടെ ശരീരം. ദൈവം ഇല്ല എന്ന് നമ്മൾ പറയുന്ന അവസ്ഥയിൽ പിന്നെ അവിടെ ആ ദൈവാത്മാവ് അവിടെ ഇല്ല. കാരണം ദൈവം ഇല്ലെങ്കിൽ പിന്നെ അവിടെ ആത്മാവ് വസിക്കില്ലല്ലോ. അപ്പൊ അന്നേരം നമ്മിൽ നിന്ന് പരിശുദ്ധ റൂഹായുടെ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയാട്ടോ. അതായത് ദൈവമില്ലാത്തടത്ത് പിന്നെ വസിക്കുന്നത് സാത്താനാണ്. അപ്പൊ അവിടെ സാത്താൻ ഔദ്യോഗികമായിട്ട് നമ്മൾ ദൈവമില്ല എന്ന് ഡിക്ലെയർ ചെയ്തു, ദൈവാത്മാവില്ല, അവിടെ സാത്താനായിരിക്കും വസിക്കുന്നത് എന്ന് പറയുന്നു. കാരണം ദൈവത്തിന്റെ ആലയത്തിൽ ദൈവം ഇല്ല എങ്കിൽ ദൈവം ഇല്ലാത്തൊരു സ്ഥലത്ത് സാത്താനാണ് വസിക്കുന്നത്. ദൈവം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ദൈവാത്മാവിന് അവിടെ സ്ഥാനമില്ല. അത് നമ്മൾ മാമോദീസ ഏറ്റ് എന്ന് പറഞ്ഞാലും അപ്രകാരം തന്നെയാണെന്ന് ഫിലക്സീനോസ് പറയുകയാണ്. അത് മാമോദീസ ഏറ്റാലും
ദൈവം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവിന്റെ ആവാസം ഒരിടത്ത് ഉണ്ടാവുകയില്ല. അപ്പൊ ഈ ഇല്ല എന്ന് പറയുന്നത് അത് കേവലം ഒരു പാപം മാത്രമായിട്ടല്ല ഫീലിക്സിനോസ് ഡിഫൈൻ ചെയ്യുന്നത്. അത് ദൈവവുമായിട്ടുള്ള ഒരു ഓപ്പൺ റിവോൾട്ടാണ്, ഒരു യുദ്ധത്തിന് ഇറങ്ങുവാണ്. ദൈവത്തിന്റെ അധികാരത്തിനെതിരെ നടത്തുന്ന ഒരു തുറന്ന യുദ്ധമാണ്. അവൻ തുറന്ന ഒരു യുദ്ധമാണ് ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ. അവിടെ പിന്നെ നമ്മൾ സാത്താന്റെ വാസസ്ഥലമായി മാറി. പിന്നെ നമ്മൾ ഓരോ ലോജിക്കുകൾ, നമ്മുടെ ഓരോരോ ചിന്തകളെല്ലാം ഈ ദൈവം ഇല്ല എന്ന് സ്ഥാപിക്കാനായിട്ട് ഇങ്ങനെ കടത്തുന്ന വെപ്രാളായിരിക്കും പിന്നെ നടത്തുന്നത്. ഇപ്പൊ ഒരു പാഗനായിക്കൊള്ളട്ടെ, ഏത് വ്യക്തി ആയിക്കൊള്ളട്ടെ, അറ്റ്ലീസ്റ്റ് അവൻ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തിൽ വിശ്വസിച്ച് മാമോദീസ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവന്റെ പൂർവീക ചെയ്തികളും പാപങ്ങളും എല്ലാം നീതീകരിക്കപ്പെടും എന്ന് ഫീലിക്സിനോസ് പറയുകയാണ്. കാരണം നമ്മൾ കർത്താവിന്റെ രാജ്യത്വത്തിന്റെ അവകാശത്തിലേക്ക് എത്തപ്പെട്ടു. അത് കാരണം ആ മാമോദീസയുടെ ശക്തിയാല് നമ്മുടെ പൂർവീക പാപങ്ങള്, നമ്മൾ അറിവില്ലാത്ത കാലത്ത്, അവിശ്വാസിയായിരുന്ന കാലത്ത് നിലനിന്ന ആ പൂർവിക പാപങ്ങൾ നമ്മിൽ നിന്ന് ക്ഷമിക്കപ്പെടും. അപ്പൊ ഇതുപോലെ തന്നെ ഇഫക്റ്റാണ് വരുന്നത്. നമ്മൾ എത്രമാത്രം നീതീകരിക്കപ്പെട്ട് ജീവിച്ചു, മാമോദീസ സ്വീകരിച്ചു, വിശുദ്ധ ശരീരരക്തങ്ങൾ സ്വീകരിച്ചു എന്നിരുന്നാൽ പോലും ഒരുവൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞാൽ ഇതുവരെയും ചെയ്ത ആ പ്രവർത്തികളൊന്നും അവനൊരു നീതിയായിട്ട് ഗണിക്കുകയില്ല. ആ ദൈവം ഇല്ല എന്ന് പറയുന്ന അതേ അവസ്ഥയിൽ തന്നെ അവന്റെ ഹൃദയം, അവന്റെ ആത്മാവ് സാത്താന്റെ വാസസ്ഥലമായിട്ട് തീരും. അപ്പൊ ഇത് രണ്ട് ഓപ്പോസിറ്റ് ഇതാണ്. ഒന്ന്, നമ്മൾ എത്ര പാപത്തിന്റെ അവസ്ഥയിലാണെങ്കിലും ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് മാമോദീസ ഏറ്റു കഴിയുമ്പോൾ പഴയ നമ്മുടെ ചെയ്തികള് നീതിയായിട്ട്, അല്ലെങ്കിൽ അത് തെറ്റില്ലാതെ ക്ഷമിക്കപ്പെടും. എത്ര നമ്മൾ നീതിയായിട്ട് നടന്നു എന്ന് പറഞ്ഞാൽ, ദൈവം ഇല്ല എന്ന് പറഞ്ഞാൽ അതേ സമയത്ത് തന്നെ നമ്മൾ ദൈവസന്നിധിയിൽ സാത്താന്റെ വാസസ്ഥലങ്ങളായിട്ട് മാറും. അപ്പൊ പിന്നെ അതങ്ങനെ പറയുകയാണ്. ഈ റിപ്പൻറ്റൻസിനെ കുറിച്ചാണ് ഫീലിക്സിനോസ് പറയുന്നത്. അപ്പൊ ഈ റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു കൃപയാണ്, ദൈവം തരുന്ന ഒരു കൃപയാണ്. അപ്പൊ നമ്മൾ പാപം ചെയ്യുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുമെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പശ്ചാത്തപിക്കാനായിട്ട് സാധിക്കുന്നത്? അപ്പൊ ആളുകൾ നമ്മളോട് അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ചോദിക്കാം, പശ്ചാത്താപം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. അതിന് അല്പം ഹ്യൂമൻ എഫോർട്ട് ഫിലിക്സിനോസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് നമ്മുടെ ഫാസ്റ്റിങ്, അതുപോലെ ഉണർവുള്ള പ്രാർത്ഥന, അങ്ങനെ തുടങ്ങിയ ഒത്തിരി ഹ്യൂമൻ എഫോർട്ട് അതിലേക്ക് ഇച്ചിരി ഇട്ടാൽ മാത്രമാണ് ഈ റിപ്പൻറ്റൻസ് വരുള്ളൂ. റിപ്പൻറ്റൻസ് വെറുതെ അങ്ങോട്ട് പിടിച്ചെടുക്കുന്നതൊന്നുമല്ല, മറിച്ച് നമ്മുടെ ചില ചെയ്തികൾ കൂടി അതിൽ ആവശ്യമുണ്ട്. നമ്മുടെ ശാരീരികമായ ചില അധ്വാനങ്ങൾ കൂടി ഈ എഫോർട്ടിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നോമ്പുകാലത്ത് വെറുതെ അല്ല നമ്മൾ ഉപവാസം എടുക്കുന്നുണ്ട്. അതൊരു ഹ്യൂമൻ എഫോർട്ടാണ്. നമ്മൾ ദാനം ചെയ്യുന്നുണ്ട്. അവിടെ സാധുക്കൾക്ക് നമ്മൾ ഇത്ര ഇത് വെച്ച് നോമ്പുകാലത്ത് നമ്മൾ കഴിക്കാത്ത ഭക്ഷണത്തിന്റെ, ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ കാശ് നമ്മളിപ്പോൾ സാധുക്കൾക്ക് കൊടുക്കും. അപ്പൊ അവിടെ ഒരു ഹ്യൂമൻ എഫോർട്ട് ഉണ്ട്. അതുപോലെ എല്ലാ ഹ്യൂമൻ എഫോർട്ടിലൂടെയാണ് ദൈവം മനുഷ്യരിലേക്ക് ഇടപെടുന്നത്. ഡമാസ്കസിലേക്ക് പൗലോസ് ശ്ലീഹോ അവന്റെ ദൈവത്തിലുള്ള വിശ്വാസ തീവ്രത കൊണ്ട് അവരെ പിടിച്ചെടുക്കാൻ, ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ പോയപ്പോഴാണ് അവനെ പിടിച്ചത്. എലീശ ഉഴുതുകൊണ്ടിരിക്കുകയായിരുന്നു വിളനിലത്ത്, അന്നേരമാണ് അവനെ തെരഞ്ഞെടുത്തത്. ദാവീദ് ആട് മേയിച്ചു. വെറുതെ നൂലിൽ കെട്ടി ഇറക്കി തരുന്ന ഒരു കാര്യമല്ല പശ്ചാത്താപം എന്നുള്ളത്, മറിച്ച് അതിലേക്ക് നമ്മുടെ ചില അധ്വാനങ്ങൾ കൂടി ചേർക്കുമ്പോഴാണ്
അതിൽ പശ്ചാത്താപം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുകയാണ്. അതിനുള്ള നമ്മുടെ കണ്ണുനീര് അതിൽ വലിയൊരു ഘടകമാണ്. റോമാലേഖനം 8-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കണ്ണുനീരും നമ്മുടെ പ്രാർത്ഥനയും എല്ലാം അതിൽ വലിയ ഭാഗമായിട്ട് തീരുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഇന്ന് എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ട്, എല്ലാ തിങ്കളാഴ്ച 2 തുള്ളി കണ്ണുനീര്. അത് ചെങ്ങാലിനേക്കാളും കുറുപ്രാവിനേക്കാളും ആടിനേക്കാളും ഒക്കെ അതിൻ്റെയൊക്കെ ബലിയേക്കാൾ വളരെ ഉന്നതമായ ഒരു അവസ്ഥയാണ്. ഇപ്പം ഈ പറഞ്ഞ 51-ാം മസ്മൂറ അതിന് ഉത്തമ ഉദാഹരണമാണ്. അത്ര വലിയ പാപം ചെയ്ത് അവനവിടെ ചെന്നിട്ടും ദൈവസന്നിധിയിൽ അനുതാപിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, ഉപവസിച്ചു കഴിഞ്ഞപ്പോഴാണ് അവനിൽ നിന്ന് ക്ഷമിക്കപ്പെട്ടത്. അപ്പം അവിടെ ഒരു ഹ്യൂമൻ ഇഫോർട്ട് എല്ലായ്പ്പോഴും ഫീലക്സിനോസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സഭ നോമ്പ്, പ്രാർത്ഥന, ഉപവാസം, ദാനശീലം, വിശുദ്ധ കുംഭസാരം, കൂദാശ സ്വീകരണം, അങ്ങനെയുള്ള മനുഷ്യ അധ്വാനങ്ങൾക്ക് പ്രാധാന്യമായി എടുക്കുന്നത്. അപ്പം റിപ്പൻറ്റൻസ്, ഫിലക്സിനോസ് പറയുന്ന ഇതാണ്, റിപ്പൻറ്റൻസ് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. അനുതാപം എന്നുള്ള ദൈവ പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. അപ്പം നമ്മൾ പാപം ചെയ്ത് നമ്മിൽ നിന്ന് പരിശുദ്ധാത്മാവ് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അനുദപിക്കാനായിട്ട് സാധിക്കും? അപ്പം പാപം ചെയ്തു എന്ന് വിചാരിച്ച് നമ്മിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പോകുന്നില്ല, അത് നമ്മിൽ വസിക്കുന്നുണ്ട്. പിന്നെ ഫ്രീ വില്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവും ഫ്രീ വില്ലും. നമ്മൾ ദൈവത്തിൻ്റെ സ്വരൂപമാണ്. അപ്പം ഈ സ്വരൂപം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ സ്വരൂപം എന്ന് നമ്മൾ ഈ പറയുന്നതിൻ്റെ ഒരു അംശം ഈ ഫ്രീ വില്ലാണ്. നമുക്ക് ഒരു ഇച്ഛയുണ്ട്, നമ്മുടെ സ്വന്തം ചില തീരുമാനങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധ റൂഹ ഒരിക്കലും ഒരാത്മാവിന് നല്ലത് ചെയ്യാനായിട്ട് അവനെ എർജ് ചെയ്യില്ല, അവനെ കമ്പല് ചെയ്യില്ല. അതുപോലെ അവനെ എടുത്തുകൊണ്ട് പാപത്തിൽ നിന്ന് അകത്തിക്കൊണ്ടുപോയി ദൂരെ കളയുകയില്ല, പാപത്തെ അകത്തി മാറ്റുകയില്ല. കാരണം നമ്മൾ ദൈവത്തിൻ്റെ സ്വരൂപമാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് ദൈവത്തിൻ്റെ ഇച്ഛ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം ഈ ഫ്രീ വിൽ എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട ഒരു സംഗതിയല്ല. ഇത് നമ്മൾ ഉപയോഗിക്കണം എന്നാണ് ഫിലക്സിനോസ് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ നന്മ ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവ് എപ്പോഴും ഇങ്ങനെ തള്ളി നന്മയിലേക്ക് തള്ളി വിടുവോ, അല്ലെങ്കിൽ പാപത്തെ, പിശാചിനെ, സാത്താനെ നമ്മിൽ നിന്ന് വലിച്ച് എടുത്ത് കളയുകയോ ഒന്നുമില്ല. നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യം കൊണ്ട് നാം ഇവയെ രണ്ടിനെയും നേരിടണം എന്നാണ് ഫിലക്സിനോസ് പറയുന്നത്. സാത്താനും ഇത് തന്നെ ചെയ്യുന്നു എന്ന് ഫിലക്സിനോസ് പറയുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ വെറുതെ സാത്താനെ ആളുകൾ ഇങ്ങനെ കുറ്റം പറയുന്നുണ്ട്. സാത്താൻ ന്റെ പരീക്ഷയാൽ നമ്മൾ പാപം ചെയ്തു എന്ന് പറയുന്നത്. അത് ഈ ദേറാക്കാരുടെ ഒരു കഥാപുസ്തകമുണ്ട്. ആ കഥാപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ ഒരു ദേറാക്കാരൻ ഇങ്ങനെ ദേറായുടെ റൂമിന്റെ ഫ്രണ്ടിലൂടെ റീഷ് ദേറോയോ, അതായത് ദേറാക്കാരുടെ തലവൻ നടന്നു പോവായിരുന്നു. അപ്പൊ നോമ്പുകാലമാണ്. അപ്പൊ ദേറാക്കാരന്റെ മുറിയിൽ നിന്ന് ഈ നോമ്പിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണത്തിന്റെ സ്മെല്ലടിച്ചു. അപ്പൊ ഇത് റീഷ് ദേറോയോ അവന്റെ കഥകിൽ പോയി മുട്ടിയിട്ട് നീ എന്നാ ഭക്ഷണം കഴിക്കണേ, ഇപ്പൊ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഇത് ഇപ്പൊ നോമ്പുകാലല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ സാത്താൻ ഈ ദേറാക്കാരൻ റീഷ് ദേറയോട് പറഞ്ഞു, അത് എനിക്കിങ്ങനെ എന്നെ സാത്താൻ വല്ലാണ്ടങ്ങ് പരീക്ഷിച്ചു, അവൻ എന്നെ വീഴ്ത്തിക്കളഞ്ഞു, എന്നെ പരീക്ഷിച്ചു കളഞ്ഞു എന്ന് പറയുകയാണ്. അപ്പൊ റീഷ് ദേറോയോ അതിശക്തനായ ഒരു താമസനായിരുന്നു. അവനപ്പം തന്നെ ആ സാത്താനെ വിളിച്ചു എന്ന് പറയുക. അപ്പൊ സാത്താനോട് ചോദിച്ചു, നീ അത് ചെയ്തോ എന്ന് ചോദിച്ചു. അപ്പൊ സാത്താൻ പറഞ്ഞു, ഞാൻ ഈ വഴിക്ക് വന്നിട്ട് പോലുമില്ല, എനിക്ക് ഇവനെ അറിയുകയില്ല, ഞാൻ കണ്ടിട്ടുമില്ല എന്ന് സാത്താൻ പറഞ്ഞു. അപ്പൊ ഇതൊരു കഥയാണ്.
അതെ, അതായത് ഈ കാര്യത്തെ സാധൂകരിക്കുന്ന ഫിലിക്സിനോസിന്റെ ഈ തിയറീനെ സാധൂകരിക്കുന്ന ഒരു മൊണാസ്ട്രി സ്റ്റോറിയാണിത്. അതായത് നമ്മളെ പാപം ചെയ്യാനായിട്ട് ഒരിക്കലും സാത്താൻ നമ്മളെ പ്രലോഭിപ്പിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് ശക്തി കുറയുമ്പോൾ നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട്, ഫ്രീ വില്ല് കൊണ്ട് നമ്മൾ അതിന് കീഴടങ്ങി പോകുന്നതാണ്. ഒരിക്കലും സാത്താൻ നമ്മളെ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോവുകയല്ല ചെയ്യുന്നത് എന്ന് ഫിലിക്സിനോസ് പറയുന്നു. അപ്പൊ നമ്മൾ പാപം ചെയ്യുമ്പോൾ പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മെ ശാസിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളില് ചിലപ്പോൾ നമുക്കിങ്ങനെ അറിയാം, നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ബോധ്യമുണ്ട് ഇത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത്. ആ ശബ്ദം നമ്മൾ കേൾക്കാനായിട്ട് ഉള്ള ഒരു ധൈര്യം കാട്ടണം. അതിനുള്ള മനസ്സ് നമ്മൾ ഉണ്ടാക്കണം എന്നാണ് ഫിലിക്സിനോസ് പറയുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉള്ളിൽ ശാസിക്കുകയുള്ളൂ. നീ അത് ചെയ്യരുത്, അത് ശരിയല്ല, അത് തെറ്റാണ് എന്ന് നമ്മുടെ ഉള്ളില്, നമ്മുടെ കോൺഷ്യസില്, നമ്മുടെ ഇച്ഛാശക്തിയോടെ, സ്വാതന്ത്ര്യത്തോട് പരിശുദ്ധ റൂഹ പറയുകയുള്ളൂ. അല്ലാതെ നമ്മളെ പിടിച്ച് വലിച്ച് അവിടുന്ന് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ദൈവത്തിൻ്റെ സ്വരൂപമാണ് നമ്മൾ. ആ സ്വരൂപത്തെ വെറും ഒരു റോബോട്ടല്ല നമ്മൾ എന്ന് പ്രത്യേകം ഫിലിക്സിനോസ് പറയുന്നുണ്ട്. റോബോട്ട് ഇപ്പൊ നമുക്ക് പ്രോഗ്രാം ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ റോബോട്ട് അങ്ങ് പൊക്കോളും. ആ പ്രോഗ്രാം ചെയ്ത പോലെ പോവുള്ളൂ. ഏതെന്റെ പ്രതീക്ഷയിലും അതായിരുന്നു. അവിടെ പാപം ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാക്കാതിരിക്കാമായിരുന്നു ദൈവത്തിന്. പക്ഷെ ഈ ആദമും ഹവ്വ എന്ന് പറഞ്ഞാൽ നമ്മെ പോലെ തന്നെ ഒരിക്കലും ഒരു റോബോട്ട്സ് അല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ, സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ദുരുപയോഗം ചെയ്യുന്നത്. അതുപോലെ നമ്മളിലും ഈ ദൈവാത്മാവ് ഉണ്ട്. ഇതേ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഇത് ചെയ്യാനും ചെയ്യാതിരിക്കാനും ഉള്ള സ്വാതന്ത്ര്യം. പക്ഷെ നമ്മളൊരു തെറ്റിലേക്ക്, പാപത്തിലേക്ക് പോകുമ്പോൾ ഈ പരിശുദ്ധ റൂഹായുടെ ഒരു വിളി നമുക്ക് പലപ്പോഴും നമ്മൾ കേൾക്കാറില്ല. പക്ഷെ അവിടെ നമ്മുടെ ബോധ്യത്തിൽ നമുക്ക് വരാറുണ്ട്. അത് കേൾക്കുവാനുള്ള ഒരു മനസ്സും ശക്തിയും നമ്മൾ കാട്ടണം എന്നാണ് ഫിലിക്സിനോസ് പറയുന്നത്. അപ്പം ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ്, നമ്മുടെ ദേഹി കൂടുതൽ പ്രകാശപൂരിതമായി തീരും. അത് കൂടുതൽ തെളിച്ചമുള്ളതായി തീരും. മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതായിട്ട് തീരും. ഈ എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം ഫിലിക്സിനോടുത്ത് ഒന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. 4:30 പറഞ്ഞു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ പാപം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വിളി, നമ്മൾ തെറ്റിലേക്ക് പോകുമ്പോഴുള്ള ആ വിളി നമുക്ക് കേൾക്കാതിരിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എഫേസ്യരോട് അപ്പോസ്തലൻ പറയുന്നത് ഇതേ പോയിന്റാണ്. നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മിൽ നിന്ന് പരിശുദ്ധാത്മാവ് അകലുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവൻ നിശബ്ദനായി ഒരു പുകയടിച്ച് ലജ്ജിതനായിട്ട് നമ്മൾ തന്നെ തല കുമ്പിട്ട് പോകാറില്ല പലപ്പോഴും. ചിലപ്പോഴൊക്കെ പാപം ചെയ്ത് ലജ്ജിച്ച് ആദത്തിനും ഔവയ്ക്കും അതല്ല, ദൈവത്തോടൊപ്പം സംസാരിക്കുകയും സഞ്ചരിക്കുകയും ചെയ്തിരുന്ന ആദമും ഹൗവയും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവര് നഗ്നരാണെന്ന് ബോധ്യം വന്നു. അവര് പോയി ഒളിച്ചു. ലജ്ജയുണ്ടായി, അവർക്ക് തല കുമ്പിടേണ്ട വന്നു. അത് പാപത്തിന്റെ വലിയൊരു സൈഡ് എഫക്റ്റ് ആണ്. ലജ്ജ വരും, നമുക്ക് തല കുമ്പിട്ട് പോകേണ്ട അവസ്ഥ ഉണ്ടാവും. ഈ യേശയ്യാ പുസ്തകം 33-ാം അധ്യായം അതിനെപ്പറ്റി ആരാണ് ദഹിപ്പിക്കുന്ന അഗ്നിയുടെ മുൻപിൽ നിൽക്കാനായിട്ട് സാധിക്കുന്നത്? ആരാണ് സകലത്തെയും നശിപ്പിച്ചു കളയുന്ന അഗ്നിയുടെ മുൻപിൽ നിൽക്കാനായിട്ട് കഴിവുള്ളവെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ പറയുന്ന നീതി, സത്യം തുടങ്ങിയ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ അഗ്നിയുടെ മുൻപിൽ നിൽക്കാനായിട്ട് സാധിക്കും. യേശയ്യാ പ്രവചനം 33-ാം അധ്യായത്തിലാണ് കിടക്കുന്നത്. അപ്പം അപ്പോസ്തലൻ പറയുന്ന ഇത് പാപം ചെയ്യുന്നു എന്ന് വിചാരിച്ച് പരിശുദ്ധാത്മാവിനെ നമ്മൾ നഷ്ടപ്പെടുത്തുകയല്ല. പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട്.
ആ പരിശുദ്ധാത്മാവിൻ്റെ വിളിയെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ അത് കൂടുതൽ തിളക്കമുള്ളതായി തീരും. പാപം ചെയ്യുന്നത് മൂലം നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ എടുത്തു പറയുകയാണ്. അത് തന്നെ 1 തെസ്സലോനിക്കർ 5:19 നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രകാശത്തെ കെടുത്തിക്കളയരുതെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ അല്ലാതെ അവിടുന്ന് നഷ്ടപ്പെട്ടു പോവും, പരിശുദ്ധാത്മാവ് വിട്ടുപോകുമെന്ന് ഒരിടത്തും വചനം പറയുന്നില്ല. നമ്മുടെ പാപം ചെയ്യുമ്പോൾ നമ്മളിലുള്ള ആത്മാവ് ചിലപ്പോൾ മുറിവേറ്റപ്പെട്ടവനാവാം, ഒരിക്കലും അത് നമ്മെ വിട്ടുപോകുന്നില്ല. ഈ പരിശുദ്ധാത്മാവ് പാപം ചെയ്യുമ്പോൾ വിട്ടുപോവുകയും അനുദപിക്കുമ്പോൾ തിരിച്ചു വരികയും ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇത് ഒരിക്കലും നമുക്ക് പശ്ചാത്തപിക്കുവാനായിട്ടുള്ളൊരു ഇടമുണ്ടാവുകയില്ല. കാരണം പരിശുദ്ധാത്മാവ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇടം സാത്താൻ്റെ ഭവനമായിട്ട് സാത്താൻ്റെ ഭവനമായിട്ട് തീരും. നമ്മുടെ സോള്, നമ്മുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അത് വലിയ ദുരിതത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ദൈവാത്മാവ് എല്ലായ്പ്പോഴും നമ്മോട് കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് വേറൊരു കാര്യമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും അപ്പോസ്തലൻ അവർ പറയുന്നുണ്ട്, ഒരു സൗഖ്യമുള്ളവന് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേറൊരു രീതിയിൽ ഫിലിക്സിനോസ് ഇതിനെ എതിർക്കുന്നുണ്ട്. ഫിലിക്സിനോസ് പറയുകയാണ്, ഇപ്പം ഒരുത്തന് സൗഖ്യമുണ്ട്, ആരോഗ്യമുള്ളവനാണെങ്കിൽ അവന് വൈദ്യനെ ആവശ്യമില്ല. അപ്പം പാപം ചെയ്യാതെ ജീവിച്ചാലും അവന് പരിശുദ്ധാത്മാവ് ആവശ്യമില്ല, പരിശുദ്ധാത്മാവ് പോവും. അവന് പോവാലോ, കാരണം അവന് പാപത്തിൻ്റെ അവസ്ഥ ഇല്ലല്ലോ, പാപമില്ലെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇവരുടെ ഈ തിയറിയെ ഫിലിക്സിനോസ് എതിർക്കുകയാണ്. അപ്പോൾ വൺസ് നമ്മൾ മാമോദീസ ഏറ്റുകഴിഞ്ഞാൽ ദൈവാത്മാവ് എല്ലായ്പ്പോഴും നമ്മളോടൊപ്പമുണ്ട്, അത് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചുകൊണ്ടിരുന്നു ഹോമോഊസിയാസ് ആൻഡ് ഹിപ്പോസ്റ്റാസിസിനെ പറ്റി ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ഹോമോഊസിയാസ് എന്ന് പറഞ്ഞാൽ അത് ഒരു ക്രിസ്റ്റോളജിക്കൽ ഡോക്ട്രിനാണ്. അത് ഒന്നാമത്തെ എക്യുമെനിക്കൽ കൗൺസിലിൽ തന്നെ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നു. നിക്കിയ സിനോദോസിൽ AD 325 ഈ പിതാവും പുത്രനും സെയിം സബ്സ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ സെയിം എസൻസ് ആണ് എന്നുള്ള ഒരു തിയറിയാണ് ഹോമോഊസിയ. അപ്പോൾ ഹോമോ എന്ന വേർഡിൻ്റെ അർത്ഥം സെയിം അല്ലെങ്കിൽ ഐഡൻറ്റിറ്റിക്കൽ, ഊസിയ അല്ലെങ്കിൽ എസൻസ്, ബീയിങ് എന്ന അർത്ഥം. ഇതൊരു ഏരിയൻ ഇത് 325 നിക്കിയ സിനോദോസിൽ ഡിസ്കസ് ചെയ്ത ഒരു തിയറിയാണ്. പിതാവും പുത്രനും ഒറ്റ സത്തയാണ്, സെയിം എസൻസ് ആണ്, രണ്ടും രണ്ടല്ല എന്നുള്ള തിയറിയാണ് ഹോമോഊസിയോസ് എന്ന തിയറി. പിന്നെ നമ്മൾ ഹിപ്പോസ്റ്റാറ്റിസ് യൂണിയനെ പറ്റി പറയുന്നുണ്ട്. ഹിപ്പോസ്റ്റാറ്റിസ് യൂണിയൻ എന്ന് പറഞ്ഞാൽ സെയിം സബ്സ്റ്റൻസ് ആണ്. ഈ പിതാവിൻ്റെയും പുത്രനും അതിൻ്റെ നേച്ചറിനെ പറ്റി പറയുന്നതാണ്. ഇത് രണ്ടിനും ഒരു നേച്ചർ മാത്രമേ ഉള്ളൂ. അത് രണ്ടും ഒന്നായിത്തീർന്നു, മിക്സഡ് ടുഗദർ, ഒന്നായിത്തീർന്നു. ഒരു കണ്ണിട ചിമ്മാൻ പോലും അവസരമില്ലാത്ത സമയത്ത് വേർപിരിയുന്നത് പോലും ഇല്ലാതെ അത്രമാത്രം ഒന്നായിത്തീർന്നു എന്നാണ് പറഞ്ഞത്.
ബാറക് ബാറക് മോഹൻ പാച്ച. ഉം. ഞാൻ അലക്സ് ആണ്, എറണാകുളത്തുനിന്ന്. ഉം. ഈ ഹോളി സ്പിരിറ്റ് നമ്മളെ റിബ്യൂക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺഷ്യൻസ് ആണോ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ മനസാക്ഷിയിൽ നമുക്ക് തോന്നുന്ന ഫിലിക്സിനോസ് പറയുന്ന കോൺഷ്യസിനെ പറ്റിയാ. അതെ, കോൺഷ്യൻസിനെ പറ്റിയാണ്. അപ്പം we can say that conscience is God's presence in man എന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ. എല്ലായ്പ്പോഴും മാമോദീസയായിട്ട് എല്ലാവരിലും ഉണ്ട് അത്. അതിനെ ഫ്രീ വില്ലെന്ന് ഫിലിക്സിനോസ് പറയുന്നുണ്ട്. അതെ, അപ്പൊ ഈ കോൺഷ്യൻസിനെ ഉദ്ദീപിപ്പിക്കുന്നത്, അതിനെ ആക്റ്റീവ് ആക്കുന്നത് ഈ ഹോളി സ്പിരിറ്റിന്റെ ഒരു പ്രവർത്തനമാണ്, അല്ലെ? അതാ തീർച്ചയായിട്ടും പ്രവർത്തനമാണ്. അതുപോലെ തന്നെ ഇപ്പൊ റംബാച്ചൻ പറഞ്ഞ പോലെ രോഗമില്ലാത്തവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞത് ലൂക്കോസും പിന്നെ വിസ്തുമത്തായി അവരല്ലല്ലോ, കർത്താവിന്റെ വചനമായിട്ടല്ലേ അതിൽ കൊടുത്തിരിക്കുന്നത്. അതെ, അതെടുത്തിട്ടാണ് ഫീലിക്സ് എതിർക്കുന്നത്. ഫീലിക്സിനോസ് ഇപ്പൊ അവിടുത്തെ അന്നത്തെ വലിയ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ പാപം ചെയ്തു കഴിയുമ്പോൾ പരിശുദ്ധ റൂഹ പോവും. അപ്പൊ ഫീലിക്സിനോസ് അവരോട് അതേ സ്ട്രാറ്റജി തന്നെ തിരിച്ചു ചോദിക്കുകയാണ്. അപ്പൊ പാപം ചെയ്യുമ്പോൾ പോകുന്നത് പോലെ തന്നെ പാപം ചെയ്യാതിരുന്നാലും പോവാലോ. കാരണം കർത്താവിന്റെ വചനമുണ്ട്, രോഗിക്കല്ലാതെ സൗഖ്യമുള്ളവന് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഒരുത്തൻ പാപം ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ പരിശുദ്ധമാക്കി പോവാലോ എന്ന് ഒരു തമാശയായിട്ട് അല്ലെങ്കിൽ ആക്ഷേപിച്ചുകൊണ്ട് അതിന് ചോദിക്കുന്നതാണ്. ഒരു ഹ്യൂമറസ് എന്ന് വേണം മനസ്സിലാക്കിയാൽ മതി. അതെ, അങ്ങനെ കളിയാക്കി ചോദിക്കുന്നതാണ്. അപ്പൊ ഇത് നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഇതിന് ഈ ഒരു സംസാരം ഉണ്ട്. അത് പലപ്പോഴും അപ്പൊ ഇത് നഷ്ടപ്പെട്ടു പോകുന്നു, പരിശുദ്ധ റൂഹായെ നഷ്ടപ്പെടുത്തി കളയരുതെന്ന് പലപ്പോഴും ഇങ്ങനെ പല പ്രസംഗങ്ങളിലും ആളുകൾ ഇങ്ങനെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരിക്കലും അത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. നമ്മള് പറഞ്ഞു അത് പ്രധാനമായിട്ടും എനിക്ക് തോന്നി നേരത്തെ ആ വാക്യം വെച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് പറയുന്ന ആ ഒരു അത് സ്ട്രോങ് ആയിട്ട് നമ്മളിലൊരു ഇതുണ്ടാക്കിയത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് നിശ്ചിതമായിട്ട് എതിർക്കുകയാണ്. അത് ഈ വെസ്റ്റിന്റെയും ഈ പൗരസ്ത്യ ആത്മീയതയുടെയും ഒരു തിയറിയാണ്. ഇപ്പൊ നമ്മള് അവരുടെ തിയറി അനുസരിച്ച് പാപം ചെയ്യുമ്പോൾ ഈ കൃപയുടെ റേഡിയസിൽ നിന്ന് എന്നേക്കുമായിട്ട് തള്ളപ്പെടും. ആ റൂട്ടിൽ നിന്ന് നമ്മൾ എന്നാലും ഔട്ടായി പോകും അവരുടെ തിയറിയില് പാപം ചെയ്യുമ്പോൾ. പക്ഷെ ഈ പൗരസ്ത്യ തിയറിയില് നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മളിലുള്ള ആത്മാവിനെ നമ്മൾ വീക്കൻ ചെയ്യുന്നുള്ളൂ, കൊല്ലുന്നില്ല. നമ്മൾ ആ റേഡിയസിൽ നിന്ന് അല്പം അകന്നു പോകുന്നു എന്നുള്ളൂ. പക്ഷെ അതിന്റെ അൾട്ടിമേറ്റ് കണക്ഷനിൽ നിന്ന് വിട്ടുപോകുന്നില്ല. വീണ്ടും നമ്മൾ ഇതിനെ ഈ പരിശുദ്ധാത്മാവിനെ ഉദ്ദീപിപ്പിച്ച് പശ്ചാത്താപത്തിലേക്ക് വന്ന വീണ്ടും ആ ഒരു കൃപയുടെ റേഡിയസിലേക്ക് പവർഫുൾ ആയിട്ട് നമുക്ക് വരാനായിട്ട് സാധിക്കും. അത് ഈ വെസ്റ്റിന്റെയും ഈസ്റ്റിന്റെയും ഡിഫറെന്റ് തിയറി അത്. അതുകൊണ്ടായിരിക്കുമല്ലോ നമ്മള് അനുദവിക്കുമ്പോൾ നമുക്ക് വീണ്ടും ആ ദൈവത്തിന്റെ ആ കൃപ ലഭിക്കുന്നതും നമ്മുടെ തുടരുന്നതും അതുകൊണ്ട് തന്നെയായിരിക്കും. ഒരിക്കലായിട്ട് ആലോചിച്ചാലും ആ ഒരു രീതിയിലല്ലേ. അപ്പൊ ഈ റിപ്പന്റൻസ് അല്ലാതെ ഒരുമാതിരി റിപ്പന്റൻസും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവില്ലെങ്കിൽ പിന്നെ റിപ്പന്റ് ചെയ്യാൻ പറ്റൂല്ലോ, നമുക്ക് അനുദവിക്കാൻ പറ്റൂല്ലോ എന്നാണ് ഫിലിക്സിനോസ് ചോദിക്കുന്നത്. അതെ, പരിശുദ്ധാത്മാവിന്റെ വാസം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു പ്രസൻസ് നമ്മളുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്കതൊരു പാപമായിട്ട് തോന്നാനും ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോയല്ലോ എന്ന് വിചാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒറ്റ കാര്യം, പക്ഷെ ദൈവത്തെ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞാൽ, തള്ളിക്കളഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവ്. കാരണം നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയാണ്. ദൈവം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിൽക്കും. ഇപ്പൊ നമ്മളൊരു വീട്ടിൽ ചെന്ന് കയറി ആ വീട് നിങ്ങളുടെ വീടല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അതിൽ ഓണർഷിപ്പ് ഇല്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി പുറത്തു പോകണം. നമ്മൾ അന്യരായി തീരും. നമ്മുടെ പ്രസൻസ് ഈ കാര്യം കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ കർത്താവ് പറഞ്ഞത്. അതായത് ബാക്കി എല്ലാ പാപങ്ങളും ക്ഷമിക്കും, പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം ക്ഷമിക്കില്ല എന്ന് പറഞ്ഞത് ഇത് തന്നെയായിരിക്കുമല്ലോ. നല്ലൊരു കോട്ട അത്.
അല്ലെങ്കിൽ അതാണ് ഏറ്റവും ശക്തമായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഇതിനെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന ഒരു ഏറ്റവും വലിയൊരു സൂചന. അതായത് പരിശുദ്ധാത്മാവിനെ നമ്മൾ ദൈവത്തിൽ നിന്ന് എന്നത്തേക്കുമായിട്ട് അകന്നു പോവുകയാണ്. പരിശുദ്ധാത്മാവിനെ തള്ളിപ്പറയുന്ന, അല്ലെങ്കിൽ അതായത് ദൈവത്തെ തള്ളിപ്പറയുന്നത് തന്നെ. പരിശുദ്ധാത്മാവും ദൈവവും തൃത്വത്തിലൊരുവനായത് തൃത്വത്തെ തന്നെയാണ് നമ്മൾ തള്ളിപ്പറയുന്നത്. അപ്പൊ നിരീശ്വരവാദികളിൽ ഇല്ലാന്നാണ് പറയുന്നത്. നിരീശ്വരവാദികൾ ദൈവം ഇല്ല എന്ന് പറയുന്നവരില്. പക്ഷെ അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റുമോ നിരീശ്വരവാദികൾ? അത് ദൈവാത്മാവ് ഇല്ല എന്നാണ് അതേ ഫീലിക്സിനോസ് പറയുന്നത്. അതാ ദൈവം ഇല്ല എന്നപ്പോ പറയുന്നു, ആ സമയത്ത് പരിശുദ്ധാത്മാവ് കാണില്ല അവരില്. പിന്നെ ഒരു സാത്താന്റെ വാസസ്ഥലമാണ് ഔദ്യോഗികമായിട്ട്. അല്ല, അപ്പൊ നിരീശ്വരവാദികളായിട്ടുള്ളവർ തിരിച്ച് ക്രിസ്തു ഇങ്ങനെ വരുന്നവരില്ലേ? അപ്പൊ അവിടെ അതിപ്പോ ഫീലിക്സിനോസിന്റെ തിയറി പ്രകാരം അങ്ങനെ പറയുന്നത്. ഈ നമ്മളിപ്പം പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാ പാപം ചെയ്യാനായിട്ടൊരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവണേ? അതാണ് നമ്മൾ ഫീലിക്സിനോസ് ഫ്രീ വില്ലിനെ പറ്റി പറയുന്നുണ്ട്. നമ്മളിപ്പോ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം നമ്മള് വെറുതെ നടക്കുകയല്ല, നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ ദുരുപയോഗം ചെയ്യുന്നതാണ്. പിന്നെ വേറെ ഒന്ന് നമ്മള് ലൈക്ക്നെസ് ഓഫ് സ്വരൂപത്തെ പറ്റി പറയുന്നുണ്ടല്ലോ. ഈ സ്വരൂപം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വരൂപമായ നമ്മൾ, ആ സ്വരൂപം എന്ന് പറയുന്ന നമ്മുടെ ഈ വെറും ഈ മനുഷ്യ ശരീരമല്ല, മറിച്ച് നീതി, വിശുദ്ധി, സ്വാതന്ത്ര്യം തുടങ്ങിയ ചില എലമെന്റ്സ് ആണ് ഈ സ്വരൂപം എന്ന് പറയുന്നത്. അപ്പൊ ആ ഫ്രീ വില്ലാണ് നമ്മളിലുള്ളത്. അതാണ് ആദമിലും ഹവ്വയിലും ഉള്ളത്. അത് പറിക്കരുതെന്ന് ദൈവം പറഞ്ഞു. അത് പറിക്കാനും പറിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പറിച്ചു കഴിഞ്ഞാൽ, തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത് കിട്ടും, തിന്നാതിരുന്നാൽ ഇന്നത് കിട്ടും. ഇത് രണ്ടും തന്നു. എന്നിട്ട് അവരത് പറിച്ചു തിന്നു. പറക്കരുതെന്ന് പിന്നെ കർത്താവ് നിർബന്ധിച്ച് പറപ്പിച്ചില്ല, വേലി കെട്ടി വെച്ചൊന്നുമില്ല. അതവരുടെ സ്വാതന്ത്ര്യം, ദൈവത്തിന്റെ അത് ദുരുപയോഗം ചെയ്യും. അത് തന്നെ നമ്മളുള്ളതും. അതായത് നമ്മള് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തില് അവൻ മണ്ണ് കുഴച്ചുണ്ടാക്കി അവന്റെ മേൽ ഊതി എന്ന് പറയുന്നുണ്ട്. അല്ലേ? അത് തന്നെ അതിന്റെ റിപ്ലിക്കേഷൻ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യത്തില് കർത്താവിന്റെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അപ്പോസ്തോലന്മാരുടെ മേൽ ഊതി, നിങ്ങൾ കെട്ടുന്നതൊക്കെയും കെട്ടും, പാപപരിഹാരം കൊടുത്ത് പൗരോഹിത്യം അപ്പോസ്തോലന്മാർക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഇതേ അധികാരമാണ് ഇന്ന് കൈവപ്പുള്ള ഒരു പുരോഹിതനുള്ളത്. ഇതേ പുരോഹിതൻ ആണ് മാമോദീസ സമയത്ത് ഈ ഒരു കുഞ്ഞിന്റെ മേൽ ഊതി പരിശുദ്ധാത്മാവിന്റെ അപ്പൊ അത് കണ്ടിന്യൂവേഷൻ ആണ്. ഇങ്ങനെ ഇന്ന് നടക്കുവാണ്. നമ്മിൽ ആ സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മൾ ദുരുപയോഗം ചെയ്യുമ്പോഴാണ് പാപമായിട്ടും മാറുന്നതും. അത് നീതിയോടെ ഉപയോഗിക്കുമ്പോൾ അത് നന്മയായിട്ടും തീരുന്നത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അപ്പൊ ഈ സാത്താൻ പ്രേരിപ്പിക്കണില്ല എന്ന് നമ്മളോട് പറഞ്ഞില്ലേ? പക്ഷെ ഈ ഏദനിൽ വെച്ച് സാത്താനല്ലേ പ്രേരിപ്പിച്ചത്? സാത്താൻ പറയണയാണ്. അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയണ്ടല്ലോ. ദൈവം പറഞ്ഞല്ലോ, നീ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവന്റെ സ്വാതന്ത്ര്യം. റമസ ജിജു അച്ഛനാണ്. ഞാൻ ഒരു കാര്യം അതിനോട് ചേർത്ത് പറയാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വചനിപ്പിനോട് ചേർത്ത് വായിച്ച ഒരു വായനയുടെ പ്രകാരമാണ്. അതായത് ഹവ്വായിക്കും ഫ്രീ വിൽ ഉണ്ടായിരുന്നു, മറിയാമിനും ഫ്രീ വിൽ ഉണ്ടായിരുന്നു. ഹവ്വ സാത്താന്റെ ഇതിനെ എതിർക്കാനുള്ള ഫ്രീ വില്ല് ഹവ്വായിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. അവൾ അതിനെ സ്വീകരിച്ചു. അതേസമയം കന്യക മറിയാമിനും മാലാഖയുടെ ദൂതനെ വേണമെങ്കിൽ തിരസ്കരിക്കാമായിരുന്നു, പക്ഷെ അവൾ അത് ചെയ്തില്ല. അവളുടെ ഫ്രീ വില്ല് ഉപയോഗിച്ച് അതിനോട് യോജിക്കുകയാണ് ചെയ്തത്. അത് ഒരു ഭയങ്കര ഉദാഹരണം. അത് ഏറ്റവും പവർഫുൾ ഉദാഹരണം അത്. കാരണം സ്വാതന്ത്ര്യത്തിന്റെ ഉപയോഗവും ദുരുപയോഗമാണ് മാതാവിലും ഹവ്വായിലും കാണുന്നത്. അതെ, ഒന്നാം ഹവ്വയും രണ്ടാം ഹവ്വയും അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇത്ര നാള് പാവം ചെയ്യുമ്പോ പാവം സാത്താനെ കുറ്റം പറഞ്ഞുകൊണ്ട് കിടന്നത് അതിന് നിർത്തണം.
നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്ന. പരിശുദ്ധാത്മാവിന്റെ വിളിയെ നമ്മൾ കേൾക്കുന്നില്ല പലപ്പോഴും. അത് കേൾക്കാൻ പറ്റാതെ സാത്താന്റെ വിളിയെ അല്ലെങ്കിൽ സാത്താന്റെ അതിനെ കേൾക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ദൈവാത്മാവും വിളിക്കുന്നുണ്ട്. ദൈവാത്മാവ് വിളിക്കുന്നത് പല ഉപദേശങ്ങളിലൂടെ ആകാം, ചിലപ്പോൾ ചില നിയമങ്ങളിലൂടെ ആകാം. ഒക്കെ വിവിധ സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട്. അത് നമ്മൾ കേൾക്കാത്തതാണ്. അതായത് എനിക്ക് ഫിലിക്സിന് ഒരു ഒത്തിരി നല്ല അറിവായിരുന്നു അത്. അതുപോലെ അപ്രൈമിന്റെ മെമ്മറാകളെല്ലാം ഈ ജനസിസിന്റെ കമന്ററീസിനെ കുറിച്ച് പറയുന്ന സ്ഥലത്തും പറയുന്നുണ്ട്. അതായത് സാത്താൻ അല്ല ആക്ച്വലി അവിടെ കൾപ്രിറ്റ്, ഹവ്വായുടെ അത്യാഗ്രഹമായിരുന്നു. തീർച്ചയായിട്ടും ശരിയത്. സാത്താന്റെ പോയിന്റ് ഇവിടെ പിതാക്കന്മാര് അഫ്രൈം പറയുന്ന അസൂയായിരുന്നു. തനിക്ക് നഷ്ടപ്പെട്ട ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പ് വേറൊരാൾക്ക് ലഭിക്കരുത് എന്നുള്ള അസൂയായിരുന്നു സാത്താൻ ഉണ്ടായിരുന്നു. അതെ. എനിക്ക് പക്ഷെ റംബാജ, എനിക്കും മറ്റുള്ളവർ ചോദിച്ച ആ ഒരു പോയിന്റ് ഒരു ഇച്ചിരി ഒരു കൺസേൺ ആണ്. അതായത് ദൈവത്തെ എതിർത്ത് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് പരിശുദ്ധ റൂഹ നഷ്ടമാകുന്നുവെങ്കിൽ തിരിച്ചതെങ്ങനെ ലഭിക്കും? തിരിച്ച് പരിശുദ്ധ റൂഹയെ പ്രാപിക്കാനായിട്ട് എങ്ങനെയാ സാധിക്കുക? അതാണ് ഇപ്പൊ ഒരു പ്രശ്നം. കാരണം രണ്ടാമതൊരു മാമോദീസ ഇല്ല. ഇല്ല ഒരു പോയിന്റാണ് ഫിലിക്സിനോസ് പക്ഷെ ഇങ്ങനെ പറയുന്നത്. നമ്മൾ ആ വായിച്ച വേദഭാഗത്തിന്റെ അവസാനത്തും ഇതിനെക്കുറിച്ച് ഇപ്പം 2 കൊരിന്ത്യർ 6 അവസാന ഭാഗത്ത് നിങ്ങൾ അവിശ്വാസികളോട് കൂട്ടുചേരരുത് എന്നുള്ളതിന്റെ അവസാന ഭാഗത്ത് ഈ ഇറമ്പച്ചൻ പറഞ്ഞ പോയിന്റും വരുന്നുണ്ട്. അവസാനം ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞാൽ, സാത്താനെ ഉപേക്ഷിച്ച് കളഞ്ഞാൽ അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും, ഞാൻ നിങ്ങൾക്ക് പിതാവായിരിക്കും, നിങ്ങളോ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവാധിപതിയായ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പൊ കൃത്യമായിട്ട് അവിടെ പുത്രസ്വീകാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഫിലിക്സിനോസായി ഇതാ പറഞ്ഞത്, നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ഈ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് ദൈവമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാനായിട്ട് അവിടെ പോയിന്റ് ഇല്ല നിൽക്കണതിന്. അന്നേരം അത് ഓട്ടോമാറ്റിക്കായിട്ട് സാത്താന്റെ വാസസ്ഥലമായി തീരുമെന്ന്. ദൈവമില്ലാത്തിടത്ത് ഉള്ള പവർ എന്ന് പറയുന്നത് സാത്താന്റെ പവറാണെന്നാണ്. അതാ അങ്ങനെ പറയണേ. അപ്പൊ ഇത് ശരിയാ പറയുമ്പോ ആ ഒരു പോയിന്റില് അതില് എതിർക്കാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അല്ല, അതില് ഇപ്പൊ ഒരു ദൈവവിശ്വാസി അല്ലാതെ ഒരാളായി, അല്ലെങ്കിൽ ദൈവവിശ്വാസി അല്ലാതായി തീർന്നു കഴിഞ്ഞാൽ തിരിച്ച് ഒരു ദൈവം ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം കൊണ്ടായാൽ അയാൾക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇതിനെക്കുറിച്ച് പശ്ചാത്തപിച്ചാൽ തീർച്ചയായിട്ടും തിരിച്ചു വരികയല്ലേ. തീർച്ചയായിട്ടും അതെ. പക്ഷെ അപ്പൊ അതിലെ ചോദ്യം, ഈ പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ളതാണ്. അത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരാൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ എന്നുള്ളതേ ഉള്ളൂ. കർത്താവ് ആരെയും തള്ളിക്കളയുന്നില്ലല്ലോ. തിരിച്ചു വരുന്ന ഏതൊരു ഭാവിയെയും അവിടെ നിന്ന് കർത്താവ് സ്വീകരിക്കുമല്ലോ. അപ്പോഴ് തീർച്ചയായിട്ടും അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ലോജിക്കായിട്ട് ആലോചിച്ച് കഴിയുമ്പോൾ അങ്ങനെ തോന്നുള്ളൂ. ചിലപ്പോ അതിനൊക്കെ ഉള്ള അയാളുടെ വില്ല അയാളെ സമ്മതിക്കുന്നുണ്ടാവില്ല, അത് വേറൊരു കാര്യം. പക്ഷെ അങ്ങനെ വന്നാൽ തള്ളിക്കളയില്ലല്ലോ. ഇല്ല അല്ല, അങ്ങനെയില്ല, അതില്ല. പക്ഷെ തള്ളിക്കളയില്ല. പക്ഷെ അങ്ങനെ വരാൻ പറ്റുന്നത് എങ്ങനെയാണെന്നാണ് അത് ആദ്യം പ്രഭാഷണം പറഞ്ഞ എക്സാമ്പിളിൽ അതിന് ഉത്തരവുണ്ടല്ലോ. അതായത് പിതാവിന്റെ അടുത്തുനിന്ന് ആ ധൂർത്തനായ പുത്രൻ പോയിട്ട് അവന് സുബോധം വന്നപ്പോ അവൻ തിരിച്ചു വന്നല്ലോ. അത് പറയാം. പക്ഷെ എന്നാലും പറയാം. പിന്നെ ഈ പരിശുദ്ധാത്മാവിന് വിരോധമായ പാപങ്ങൾ നമ്മുടെ കുർബാനക്രമത്തിൽ കിടക്കുന്നത് ഏത് പാപം ചെയ്താലും ദൈവം കരുണ ചെയ്തുകൊള്ളുമെന്നുള്ള അനർഹമായ ചിന്ത. 2 നിരാശ, 3 സത്യനിഷേധം, 4 അവരുടെ ആത്മീയ പുരോഗതിയിലുള്ള അസൂയ, 5 മനഃപൂർവമായ പാപാസക്തി, 6 സമ്പൂർണ്ണ അനുതാപത്തിനുള്ള വിമുഖത.
നമുക്ക് ഇന്നോട്ട് ഇത് ചിന്തിക്കുകയും കൂടുതൽ പഠിക്കുകയും ചെയ്യാം. ഒരു ബിഗിനിങ് ആയിട്ട് ഇത് വെക്കാം. ഇനി കൂടുതൽ ഇപ്പൊ അച്ഛൻ പറഞ്ഞ നമ്മുടെ ദൈവമാതാവിന്റെയും ഹവായുടെയും ഫ്രീ വില്ല് അതൊരു ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. അതുപോലെ പുതിയ നമുക്ക് കൂടുതൽ വെളിപ്പെട്ട് വരാനായിട്ട് കണ്ടിന്യൂ ആയിട്ട് പഠിക്കാം. അതുപോലെ റംബാച്ച ഒരു ഡൗട്ടും കൂടെ ഉണ്ട്. അതായത് നമ്മള് ബൈബിളൊക്കെ വായിക്കുമ്പോൾ സർവ്വലോകത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള രക്ഷയ്ക്ക്. അപ്പൊ ഈ മാമോദീസ ഏറ്റവരെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്രിസ്ത്യാനികളെ മാത്രമാണോ ദൈവം രക്ഷിക്കുള്ളൂ? അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അത് സർവ ലോകത്തെ എസ്കേലിന്റെ പുസ്തകങ്ങൾ, ഈ ബൈബിളിൽ ചില കാര്യം കൺസർവേറ്റീവ് വരുന്നുണ്ട്. അത് തെറ്റിദ്ധരിപ്പിക്കുന്ന യഹൂദ അബ്രാഹാം സർവ്വ ലോകത്തിനും വേണ്ടിയുള്ള കവനന്റ് ആയിരുന്നു അബ്രാഹാമുമായിട്ട്, 12-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം. അതുപോലെ പക്ഷേ ഈ പ്രവാസ കാലഘട്ടങ്ങളിൽ എഴുതിയ പുസ്തകങ്ങളിലെല്ലാം ഈ സർവ്വലോകം എന്നുള്ളത് മാറി അതിൽ ഇച്ചിരി പരിച്ഛേദന വന്ന ഒരു രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് വരും. പക്ഷെ യെഹെസ്കേൽ പുസ്തകമൊക്കെ അതിന് വിപരീതമായിട്ടാണ് നിൽക്കുന്നത്. സകലത്തെയും ഉൾക്കൊള്ളുന്ന ദൈവത്തെ പറ്റിയ പറയുന്നത്. അപ്പൊ അതാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സഭ. പഴയ നിയമങ്ങളിൽ ഈ ഒരു പുതിയ നിയമത്തിലും യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് അങ്ങനെയല്ലേ പറയുന്നത്? സർവ്വലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വന്നു എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ഈ യൂണിവേഴ്സൽ സാൽവേഷൻ എന്ന് പറഞ്ഞ പോയിന്റ് ഇത്. അപ്പൊ അതിന് ആദിമസഭ ഇച്ചിരി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഈ നമ്മുടെ നിസിയയിലെ ഗ്രിഗോറിയോസിന്റെ പല തിയറികളും ഉൾക്കൊണ്ടിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ പറ്റി, തൃത്വത്തെ പറ്റിയൊക്കെ. അതില് ഒരു സുനഹദോസ് ഈ നൈസിയയിലെ ഗ്രിഗോറിയോസിന്റെ തള്ളിക്കളഞ്ഞൊരു തിയറിയാണ് യൂണിവേഴ്സൽ സാൽവേഷൻ, ഈ ഫലത്തേന്റെയും രക്ഷപ്പെടുത്തും എന്നുള്ള ഒരു തിയറി. പക്ഷെ അതല്ലേ കൂടുതൽ, അതായത് എല്ലാവരും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അതൊക്കെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഒരു സാധാരണ ഇതിൽ ചിന്തിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് നമുക്കത് നമ്മുടെ ഒരു പരിമിത ബുദ്ധി വെച്ച് അത് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഷാജി സാർ എന്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് വന്നായിരുന്നു സാറേ? ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചിട്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം സാത്താന്റെ അടിമത്തത്തിലല്ലോ ഇന്ന് ദൈവമക്കള്. അല്ല, കാരണം കർത്താവ് ബലിയായി തീർന്നതോടുകൂടി സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ ഇനിയും സാത്താൻ, നമ്മൾ പറഞ്ഞ ആശയം തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇനിയും സാത്താൻ പരീക്ഷിച്ചു എന്ന് പറയുന്നത് തന്നെ തെറ്റല്ല. പറയാൻ പറ്റില്ല. ശരി, അങ്ങനെ സാത്താന്റെ അതെല്ലാരും ഇങ്ങനെ പറയണേ, അത് പറ്റില്ല. അപ്പൊ നമുക്ക് ഫ്രീ വില്ല് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇപ്പോഴും നമ്മൾ എല്ലാ പ്രസംഗത്തിലും ആൾക്കാരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാ പ്രാസംഗികരും പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിശാചിന്റെ അടിമത്തത്തിൽ അല്ലെങ്കിൽ പിശാചുബാധയാണ്. ഇപ്പൊ ഈ പ്രസംഗം, ഈ ഫീലക്സീനോസിന്റെ തിയറി ഇപ്പൊ പല ഇതിനും വെല്ലുവിളിയാണ്. അത് വായിച്ചു തരും. ഇനി ഇച്ചിരോടെ ഉണ്ടാ ആ ഭാഗങ്ങൾ, അത് ഞാൻ അങ്ങോട്ട് വരുന്നില്ല, നമ്മള് തീരില്ല. അപ്പൊ അത് കറക്റ്റാ. അത് സാത്താന്റെ പരീക്ഷണം എന്ന് പറയാൻ, ബന്ധനം എന്നൊന്നും ഇനി പറയാൻ പറ്റില്ല. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് ഭയങ്കര, നമുക്കത് അത്ഭുതപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം 21-ാം നൂറ്റാണ്ടില് ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യത്തെ തുച്ഛീകരിച്ചിട്ട് സാത്താൻ എന്നെ പരീക്ഷിച്ചു, ഞാൻ വീണുപോയി, ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ അപഹസിച്ചു എന്ന് പറയുന്ന ഒരു സമൂഹം, അത്രയും വിദ്യാഭ്യാസമുള്ള നമ്മളിപ്പം നിലനിൽക്കുവാണ്. അപ്പൊ 1500 കൊല്ലം മുമ്പ് ഈ പിതാവ് എത്ര അഡ്വാൻസ് ആയിട്ടാണ് പറഞ്ഞത്. ഫ്രീ വില്ലിന് എന്ത് അഡ്വാൻസ് ആയിട്ടാ ഈ പിതാവ് അതിന് സ്വാതന്ത്ര്യത്തിന് കൊടുത്തത്. അതായത് ദൈവ സ്വരൂപമാണ് ഫ്രീ വിൽ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ റെസിസ്റ്റ് ദ ഡെവിൽ ഹി വിൽ ഫ്ലീ ഫ്രം യു എന്നാണല്ലോ പറയുന്നത്. ഞാൻ
പുസ്തകം ഇത് ഞാൻ ആ ഓർക്കുന്നില്ല. റെസിസ്റ്റ് ദ ഡെവിൽ ഹി വിൽ ആ ഫ്ലീ ഫ്രം യു ആ എന്നാണല്ലോ പറയുന്നത്. ആ നമ്മൾ അതെ റെസിസ്റ്റ് ചെയ്യേണ്ടത് നമ്മളെ ഫ്രീ വിൽ ഉപയോഗിച്ച് നമ്മുടെ നമ്മൾ നമ്മുടെ ചെയ്യേണ്ട ഉത്തരവാദിത്തം കാര്യമായിട്ടാണ്, നമ്മുടെ ഉത്തരവാദിത്തമായിട്ടാണ് അതിൽ വരുന്നത്. ആ അതെ, നമ്മൾ ശരിക്കും അത് അത്ഭുതപ്പെടുത്തണം. അത് കാരണം 1500 വർഷം മുമ്പ് ഇത്രയും വിശാലമായ രീതിയിൽ സ്വാതന്ത്ര്യത്തെ വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ശക്തി. നമ്മൾ പാപം ചെയ്ത് സാത്താനെ കുറ്റം പറഞ്ഞുകൊണ്ട് കിടക്കുക. ഫ്രീ വില്ലിനെ അടിച്ചൊതുക്കി നമ്മുടെ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്വരൂപത്തെ നമ്മൾ നിശബ്ദനാക്കി കളഞ്ഞേക്കുക. അതാണല്ലോ പിശാചിന്റെ ക്രിസ്തുവിലുള്ള നമ്മുടെ സ്വാതന്ത്ര്യം. ഏഹ് ക്രിസ്തുവിലുള്ള നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഫ്രീ വിൽ ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യമാണ് ക്രിസ്തുവിലുള്ള നമ്മുടെ ഫ്രീഡം ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്ന രീതിയിലല്ലേ. അല്ലെ, നമ്മൾ പിശാചിന്റെ തല യേശുക്രിസ്തു പിശാചിന്റെ തല തകർത്തു. അപ്പൊ തല തകർത്ത പിശാച് വീണ്ടും പരീക്ഷിക്കപ്പെടുന്ന നമ്മളെ നമ്മളെ ദൈവത്തെക്കാൾ അല്ലെങ്കിൽ നമ്മളെ പരീക്ഷിക്കാൻ മാത്രം ശക്തനാണോ? ദൈവമക്കളായി നമ്മളെ ഫീലിക്സിനോസ് അല്ലാന്ന് അതിനൊരു വേറൊരു തിയറി എന്റെ പിന്നീട് പറയുന്നുണ്ട്. അതായത് നമ്മളില് അത് ഇന്നാളൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ വിശ്വാസം. നമ്മളില് ഒരു നിശ്ചിത ശതമാനം ഉണ്ട് എങ്കിൽ അതിന്റെ സാത്താന്റെ വീക്ക്നെസ് ഓഫ് സിൻ എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ ഫീലിക്സിനോസ് വിവരിക്കുന്നുണ്ട്. സിന്നിനെ പറ്റി പറയുമ്പോൾ സിൻ വീക്കാണ്, പാപം ബലഹീനമാണ്. അത് എപ്രകാരം എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെട്ടിരിക്കുകയാണ്. അതിന് മോളിട്ടും പോകാൻ പറ്റില്ല, താഴ്ത്തിട്ടും പോകാൻ പറ്റില്ല. നമ്മള് ഈ പവറിന് മോളിൽ വന്നു കഴിഞ്ഞാൽ പാപത്തെ നമ്മൾ കീഴ്പ്പെടും. ഇനി നമ്മുടെ ഇച്ഛാശക്തി ഈ പാപത്തിനെ നമ്മൾ അടിച്ചൊതുക്കി, പാപത്തിന് കീഴ്പ്പെട്ടു. അപ്പൊ ഈ പാപത്തിന് ഇനി ഇതിന്റെ മുകളിട്ട് വളരാൻ പറ്റില്ല. ഇവിടം വരെ ഉള്ളൂ ഇതിന്റെ പവർ. നമ്മൾ ഇത് ശക്തനായി തീരുന്നത് നമ്മൾ ഇതിന് കീഴ്പ്പെട്ടു പോകുമ്പോഴാണ് ഫിലിക്സിനോസ് പറയുന്നത്. അപ്പൊ പാപം നമുക്ക് കീഴ്പ്പെട്ടു. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ഈ ഇച്ഛാശക്തിയെ വളർത്തിയെടുക്കുക ചെയ്യേണ്ടത്, ഈ സ്വരൂപത്തെ വളർത്തുക ചെയ്യേണ്ടത്. അന്നേരം ഇത് വളർന്നോളും. ഇതിന്റെ മുകളിൽ ഇതിന് പോകാൻ പറ്റില്ല. ഇതിന്റെ പവർ ലിമിറ്റഡ് ആണ്. അതിന് ഒരു അളവിന് മുകളിൽ പോകാൻ പറ്റില്ല. അതൊരു നല്ല ഉദാഹരണമാണ് ഫിലിക്സിനോസ്. അത് ശരിക്കും അത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പക്ഷെ റംബാച്ചെ, ഈ പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, മനസ്സുകൊണ്ട് ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഞാൻ എന്റെ ശരീരം കൊണ്ട് തെറ്റായി പോകുന്നു. അത് തന്നെയാ നമ്മൾക്ക് നമ്മുടെ ഉള്ളിലൊരു വിളിയുണ്ട്, നമുക്കത് സാധിക്കുന്നില്ല, നമ്മൾ ശക്തരായി തീരുന്നില്ല. അത് നല്ലൊരു വാക്യത്. അതായി ഫീലിക്സിനോസ് പറയുന്ന പരിശുദ്ധ കോൾ ഓഫ് ഹോളി സ്പിരിറ്റ് ടു ഫ്രീ വിൽ എന്നുള്ളത്. പരിശുദ്ധാത്മാവ് നമ്മളെ ശാസിക്കുന്നുണ്ട്, നമ്മളെ വിളിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളത്തോട്. പക്ഷെ നമ്മളത് കേൾക്കുന്നില്ല. അല്ലെങ്കിൽ ആ വിളിയെ നമുക്ക് അനുസരിക്കാനായിട്ട് കഴിയുന്നില്ല. നമ്മൾ വീക്കായി പോവാ. അതായത് നമ്മുടെ വില്ല് എന്ന് പറയുന്നത് ഇതിന്റെ പവറിന് കീഴെയാണ്. സമയം കൂടുതലായി, കാരണം ഇത് റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പ്രയാസമാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ. ബാർഹമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആവണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ ഭർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ ഭർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കന്യകയെ മർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവനമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ബാർഹമോർ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം ഓരോരുത്തരോടുകൂടിയും നമ്മുടെ ജീവിതങ്ങളോടുകൂടിയും നമ്മുടെ ദൈവിക അധ്വാനങ്ങളോടുകൂടിയും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.